Hello. Good evening, everyone. Good evening. Hi. അപ്പൊ നമുക്ക് മോൾ കോൺസെപ്റ്റിലുള്ള കുറച്ച് ചോദ്യങ്ങൾ കാണാം, പ്രീവിയസിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണാം, എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ലിസൺ ദിസ്. I'm going to give you the first question. അപ്പൊ എല്ലാരും, I know that you are having a pen and paper and do this. Okay, അപ്പൊ നിങ്ങൾ ചെയ്ത ഇതില് some of the questions are already discussed in our classroom, so that's okay. You can do it again. Ready? So this is the first question. വന്നു ലിയാന, വന്നു കാണാൻ പറ്റുന്നുണ്ടല്ലോ. So answer the question. What is the number of significant figures in 0.00340? അതിന്റെ significant figures നിങ്ങൾ പറയും. അപ്പൊ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, see the zeros അല്ലെ, before the number is not counted, only these are counted. മാത്രമല്ല ഡെസിമലിന് ശേഷം വന്നിരിക്കുന്ന 0 after the integer is counted. അപ്പൊ നിങ്ങൾക്ക് എത്രയാ വരുന്നത്? Yes. So 340 ഇതെല്ലാം ചെയ്യുമ്പോൾ there are 3 significant figures. Very good. കീമിന്റെ ഡേറ്റ് വന്നോന്ന് അർജുൻ ചോദിക്കുന്നുണ്ട്. യെസ്, ജൂൺ 26 ആയിരിക്കും കീമിന്റെ ഡേറ്റ് എന്നാണ് അർജുൻ നമുക്ക് പറയാൻ സാധിച്ചത്. ദി അപ്ഡേറ്റ് വിൽ ബി അപ്ലോഡഡ് ഹിയർ സൂൺ. ജൂൺ 26 ആയിരിക്കും എന്നുള്ളത്. Okay, so soon after the session you will get the update regarding the KEAM, so don't worry. Ready? അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമുക്കറിയാം. ആൻഡ് സി അനദർ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ഇയറിൽ വന്നിരിക്കുന്ന മറ്റൊരു ചോദ്യം നോക്കാം. യെസ് നോക്കിയേ. When 35 ml of 0.15 molar lead nitrate solution is mixed with 20 ml of 0.12 molar chromic sulfate solution dash into 10 raised to minus 5 moles of lead sulfate precipitated out. So you need to round off to the nearest integers. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? Try to write the equation identify ചെയ്യുക. 35 ml of 0.15 molar lead nitrate, so this is PbNO3 twice lead nitrate, is mixed with 20 ml 0.12 molar chromic sulfate. അപ്പൊ നിങ്ങൾക്കറിയാം chromium +3 oxidation state ആണ്, sulfate -2 ആണ്. So this is Cr2SO4 thrice. And that gives you lead sulfate. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, lead sulfate കിട്ടണമെങ്കിൽ ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. സോ ദി other product will be chromium nitrate, EC. You get PbSO4 plus CrNO3 thrice. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. So just go for the balancing, which is very easy. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, yes, PbNO3 twice ആണ്. അപ്പൊ സൾഫേറ്റ് 3 എണ്ണം വന്നതുകൊണ്ട് it should be 3 PbSO4. Then you need 3 Pb. Nitrate നോക്കി, chromium നോക്കി, yes, it is 2 CrNO3 thrice. So this is the balanced equation. Ready? അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് ചോദ്യം, രണ്ടാൾക്കാരെയും തന്നിട്ടുണ്ട്, 2 റിയാക്ടന്റും തന്നിട്ട് പ്രോഡക്റ്റ് ചോദിച്ചിരിക്കുകയാണ്. റിയാക്ടന്റിന്റെ 2 പേരുടെയും അളവുകൾ തന്നാൽ you need to check which is the limiting reagent, അല്ലേ? സത്യത്തിൽ ഏതെങ്കിലും ഒരാളെ തന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി ദ പ്രോഡക്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ 2 പേരെയും തന്നു. സോ you need to check if there is any limiting reagent or not. അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, what is the number of moles here? Number of moles എത്രയായിരിക്കും ചോദിച്ചാൽ തന്ന ഡേറ്റ പ്രകാരം molarity into volume ആണ്. So I will call this as A. ഞാൻ PbNO3 twice-നെ A എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ what is number of moles of A is equal to molarity into volume, which is 35 ml into 0.15. അപ്പൊ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര കിട്ടും? This is around, yes, you get 5.25 millimoles ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, കാരണം മില്ലി ലിറ്റർ ആണ് എടുത്തത്. രണ്ടാമത്തെ ആളെ B എന്ന് വിളിക്കാം. ഓക്കെ, രണ്ടാമത്തെ ആള് B ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് B എന്ന് പറയുന്നത് അതിന്റെ മൊളാരിറ്റി ഇൻറ്റു വോളിയം 20 into 0.12. അപ്പൊ ഇത് എത്രയാ വരുന്നത്? This is 24, right? അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ you get 24, or which is 2.4 millimoles ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് എയും ബിയും കിട്ടിയിട്ടുണ്ട്. യെസ് ഗോപിക. അപ്പൊ 2 നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കണം. എപ്പോഴും ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കുമ്പോൾ തന്ന ഡാറ്റയും ബാലൻസ്ഡ് ഇക്വേഷനിലെ ഡാറ്റയും കമ്പയർ ചെയ്താൽ മതി. സോ ഹിയർ യു ഹാവ് 5.25 millimole ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ബാലൻസ് ചെയ്തിരിക്കുന്നതിൽ 3 ആണ്. നേരെ മറിച്ച് ബി എന്ന റിയേജന്റിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് 2.4/1. അപ്പൊ ഇത് രണ്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും ചെറുത്? 5.25/3 എന്ന് പറയുമ്പോൾ തന്നെ 1 something ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വാല്യൂ ഏതിനാണോ ചെറുത് അതാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റിനെ നിങ്ങൾ കണ്ടുപിടിക്കുക. ആദ്യം അത് ഐഡന്റിഫൈ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ പറയേണ്ടതുണ്ട്.
ഇത് മനസ്സിലായല്ലോ. സോ യു അണ്ടർസ്റ്റാൻഡ് PbNO3 twice is the limiting reagent. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കുന്നത്? 3 PbNO3, 3 PbSO4 തരുന്നു. റെഡി? സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് A is equal to number of moles of lead sulfate, which is equal to 5.25 millimoles. മില്ലിനെ ഞാൻ മാറ്റാം. സോ ഇത്രയും മോൾസ് ആണ് നമുക്ക് കിട്ടുക. ഞാൻ അതിനെ 10 to the power -5 ആയിട്ട് എഴുതുമ്പോൾ this is 5 to 5 into 10 raised to -5 mole. So which gives you a value of 525. അപ്പൊ ഷിഫാന എവിടെയാ തെറ്റ് വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ? ലൈക്ക് യു ആർ അണ്ടർസ്റ്റാൻഡിങ് റൈറ്റ്? വെർ ഈസ് യുവർ പ്രോബ്ലം? അപ്പൊ എപ്പോഴും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇത് എഴുതാൻ വേണ്ടി. റെഡി അല്ലേ? യെസ്. സോ യുവർ ആൻസർ ഷുഡ് ബി 5 to 5. അപ്പൊ ഇത് വളരെ ഈസി ആണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 റിയേജന്റുകളുടെയും ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ചെക്ക് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ലിമിറ്റിംഗ് റിയേജന്റ് ചെക്ക് ചെയ്യാൻ തന്ന ഡാറ്റ മോൾസ് ആണെങ്കിൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് മോൾസ് ആണെങ്കിൽ ബൈ ആ ഇക്വേഷനിൽ, ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള മോൾസ് വെച്ച് ചെയ്താൽ മതി. റെഡി? യെസ്. നെക്സ്റ്റ്, the number of significant figures in 50000.020 into 10 raised to -23. 10ന്റെ പവറുകൾ എന്തായാലും കൗണ്ട് ചെയ്യേണ്ടതില്ല. 5 എന്നുള്ളത് നോൺ സീറോ ആണ്. സോ യു ഷുഡ് കൗണ്ട് ഇറ്റ്. അപ്പൊ മാത്രമല്ല there is a decimal point and there is another non-zero integer. അപ്പൊ നിങ്ങൾ ഇവരില് 5 is countable. So 1, 2, 3, 4, 5, 6, 7, 8. All the zeros are becoming countable. കാരണം ഒന്ന് നിങ്ങൾക്കറിയാം ഈ 0 is coming after the decimal and the other zeros are in between the two non-zero, right? അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ വരുന്നത് എത്രയാണ്? 8. Yes, so 8 is your answer. There is no doubt. 8 തന്നെ നമുക്ക് കിട്ടും. Yes, yes, yes. See the next one. A solution of 2 components, or a solution. Listen this. You are having a solution which contains 2 components of N1 moles of the first component and N2 moles of the second component. N1 N2 കൂടി ചേർന്നതാണ് solution. N1 N2 ചേർന്നതാണ് solution. M1 and M2 are the molecular masses of the component 1 and 2. D is the density of the solution in gram per ml. C2 is the molarity and X2 is the mole fraction of the second component. Then calculate C2. ഇതാണ് ചോദ്യം. Ready? Then calculate C2. That is your question. അപ്പൊ നിങ്ങൾ ഇതിൽ ഓപ്ഷനുകൾ നോക്കണം. ഓപ്ഷൻ നോക്കുമ്പോൾ C2 എന്ന് എഴുതിയിരിക്കുന്നത് ഓക്കെ X2ന്റെ ടേമിൽ വരുന്നുണ്ട്. M1 M2 എന്ന ടേമുകൾ വരുന്നുണ്ട്. ഡെൻസിറ്റി എന്നുള്ള ടേമുകൾ എല്ലാം വരുന്നുണ്ട്. റെഡി? സോ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എനിവേ നമുക്കറിയാം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സെക്കൻഡ് കമ്പോണന്റ്. സി വാട്ട് ഈസ് C2? ഇറ്റ് ഈസ് ആക്ച്വലി N2 by വോളിയം ഇൻ ലിറ്റേഴ്സ്. അപ്പൊ നിങ്ങൾ നോക്ക്, ഡെൻസിറ്റി തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ക്ലിക്ക് ആവേണ്ടത് ഓപ്ഷൻ നോക്കിയിട്ടാണ് നിങ്ങൾ ഇത് തീരുമാനിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് N2 എന്ന ടേം ഉണ്ടോ? ഇല്ല. അപ്പൊ N2 എന്ന ടേമിനെ നിങ്ങൾ മാറ്റി എഴുതണം ഇൻ ടേംസ് ഓഫ് X2. ശരിയല്ലേ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നമ്പർ ഓഫ് മോൾസിനെ N2നെ നിങ്ങൾ X2ന്റെ ടേമിലേക്ക് മാറ്റി എഴുതേണ്ടതുണ്ട്. കാരണം എങ്കിലും മാത്രമേ ശരിയാവുള്ളൂ. റെഡി? അത് മാത്രമല്ല വോളിയം ഇൻ ലിറ്റേഴ്സ് ആർ ആസ്ക്ഡ് വിച്ച് ഇൻഡിക്കേറ്റ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ്. സോ ദാറ്റ് വോളിയം is equal to mass by density. ഈ എക്സ്പ്രഷൻ നിങ്ങൾക്ക് വെച്ചാൽ ഡെൻസിറ്റി മേലേക്ക് വരുന്നത് കാണാം. റെഡി അല്ലേ? യെസ് യെസ് യെസ്. സോ ഹൗ യു ആർ ഡൂയിങ് ദാറ്റ്? ഇവിടെ ഓൾറെഡി മോൾ ഫ്രാക്ഷന്റെ ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും മോൾ ഫ്രാക്ഷൻ ഓഫ് X2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സെക്കൻഡ് കമ്പോണന്റ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫസ്റ്റ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സെക്കൻഡ് ആണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ലെറ്റ് us see, ഞാൻ ഇതിനെ നേരെ തിരിച്ചെഴുതിയാൽ ഇറ്റ് ഈസ് 1 by X2 is equal to N1 plus N2 by N2 എന്ന് എഴുതുന്നു. സ്പ്ലിറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു N1 by N2 plus 1 ആണ്. അപ്പൊ N1 by N2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 by X2 minus 1 ആണ്. ഓർ N1 is equal to N2 into it is 1 minus X2 by X2. So this is your N1. N1-നുള്ള എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് റെഡി ആയിട്ടുണ്ട്. എനിവേ ആദ്യം നിങ്ങൾ ഏതാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. എങ്ങനെയാ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയോ? നോക്കടാ, കോൺസെൻട്രേഷൻ ആണ് ചോദിച്ചത്. നമ്പർ ഓഫ് മോൾസ് N2 by വോളിയം 1. വോളിയത്തിന് മാസ് ബൈ ഡെൻസിറ്റി നമുക്ക് എടുക്കാം. എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂഷൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. റെഡി? മാസ് ഓഫ് സൊല്യൂഷൻ എന്തായാലും റിക്വയർഡ് ആണ്. N2ന്റെ വാല്യൂ നമുക്ക് അറിയണം. സോ മാസ് ഓഫ് സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിച്ചാൽ
What is mass of solution? സൊല്യൂട്ടിന്റെ പ്ലസ് സോൾവെന്റ് ആണ് അല്ലെ? സൊല്യൂട്ടിന്റെ മാസ് പ്ലസ് സോൾവെന്റിന്റെ മാസ് ആണ്. N1 N2 മോൾസ് ആണ് രണ്ട് കമ്പോണന്റുകൾ ഉള്ളത്. എത്രയാണ് N1ന്റെ മാസ് എന്ന് ചോദിച്ചാൽ it is N1 M1. Ready? And what is the mass of the second component is equal to N2 M2. ഇതാണ് മാസ് ഓഫ് സൊല്യൂഷൻ. ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ മാസ് ഓഫ് സൊല്യൂഷൻ നമുക്ക് ഇനി എഴുതാൻ കഴിയും which is equal to N1 പകരം ഞാൻ റീപ്ലേസ് ചെയ്താൽ it is N2 by X2 into 1 minus X2 M1 plus N2 M2. So this is the mass of solution. അല്ലേ? പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? മാസ് ഓഫ് സൊല്യൂഷൻ, സത്യത്തിൽ മാസ് ഓഫ് സൊല്യൂഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്തായാലും എക്സ്പ്രഷനിൽ M1 M2 ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ N1 ഉം N2 ഉം ക്വസ്റ്റ്യനിൽ കാണുന്നില്ല. എന്തായാലും C2ന്റെ എക്സ്പ്രഷനിൽ N2 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാസ് ഓഫ് സൊല്യൂഷനിൽ N2 വന്നാൽ അത് ക്യാൻസൽ ആവും. അതുകൊണ്ടാണ് N1 പകരം നമ്മൾ മാറ്റി എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ദിസ് ഈസ് N2 by X2 is equal to M1 minus M1 X2 plus M2 X2 എന്ന് നിങ്ങൾക്ക് കിട്ടും. സോ ദിസ് ഈസ് യുവർ മാസ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷന്റെ മാസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് വോള്യൂം ഓഫ് സൊല്യൂഷൻ? സൊല്യൂഷന്റെ വോള്യൂം മാസ് ബൈ ഡെൻസിറ്റി എടുത്താൽ മതി. അപ്പൊ മാസ് ബൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സെയിം എക്സ്പ്രഷൻ N2 by X2 into M1 minus M1 X2 plus M2 X2 എന്നുണ്ട്. ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി മാത്രം കൊടുത്താൽ തീരുന്നതേ ഉള്ളൂ. സോ ദാറ്റ് നൗ യു ക്യാൻ റൈറ്റ് ദി എക്സ്പ്രഷൻ concentration is equal to number of moles by volume in liter. So this is N2 by volume എന്ന് പറഞ്ഞ mass by density ആണ്. So mass is N by 2 X2 M1 minus M1 X2 plus M2 X2 divided by density. അപ്പൊ ഡെൻസിറ്റി മേലേക്ക് വന്നു. റെഡി? ഇനി നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ പോരെ. സോ ദാറ്റ് യു ആർ ഗെറ്റിംഗ് dx2 divided by M1 minus M1 X2 plus M2 X2. So this is the case. പക്ഷെ ഇവിടെ എന്തോ ഒരു പ്രോബ്ലം. നമ്മൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സി, ഈ എക്സ്പ്രഷൻ ഓപ്ഷനുകൾ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ 1000 എന്നുള്ളത് മേലെ വരുന്നുണ്ട്. നിങ്ങൾ അത് എന്തിനാണ് ആ 1000 വന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന മാസ് ഒക്കെ ഗ്രാമിലാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വോള്യം മില്ലി ലിറ്ററിലായിരിക്കും. ലിറ്ററലി ചെയ്യണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 എന്ന് വോള്യത്തിന്റെ ഭാഗത്തിടണം, അഥവാ അത് ഇൻറ്റു 1000 ആയിട്ട് മാറുന്നു. സോ യു ആർ ഗെറ്റിംഗ് ദിസ്. സോ ദിസ് ഈസ് 1000 dx2 by M1 minus M1 X2 plus M2 X2 എന്ന എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. സോ 1000 dx2 എന്നുള്ളത് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ആണ് which is C. ബേസിക്കലി നിങ്ങൾക്ക് 3 ഓപ്ഷൻ. ഇതിപ്പോ ഇറ്റ് സീംസ് ലൈക്ക് ഇറ്റ് ഇസ് ലിറ്റിൽ ലെങ്തിയർ. ഒരു പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി ലെങ്തിയർ ആണെന്ന് തോന്നും. ആക്ച്വലി ദി എലിമിനേഷൻ ഓഫ് ഓപ്ഷൻ വാസ് ദ ഈസിയർ മെത്തേഡ്. ഈ കേസിൽ ഇതാണ് ആക്ച്വൽ മെത്തേഡ്. ഒന്നുകിൽ ഇതുപോലെ ചെയ്യാം, ഇഫ് യു ആർ ഡൂയിങ് ഫാസ്റ്റർ, അതിൽ സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതല്ലെങ്കിൽ ദ ബെസ്റ്റ് മെത്തേഡ് ഈസ് ടു നോ ദിസ് വൺ. കോൺസെൻട്രേഷൻ നമ്പർ ഓഫ് മോൾസ് ബൈ വോള്യൂം ആണ്. വോള്യത്തിന് മാസ് ബൈ ഡെൻസിറ്റി ടേമിൽ എഴുതണം. നമുക്ക് കിട്ടുന്ന ഡെൻസിറ്റി അല്ലെ വോള്യം എന്നുള്ളത് മില്ലി ലിറ്ററിലേക്കായിരിക്കും. ലിറ്ററിലേക്ക് വരുമ്പോൾ 1000 എന്ന എക്സ്പ്രഷൻ വരണം. അപ്പൊ 1000 d എന്ന് മേലെ വരുന്ന ഒരേ ഒരു എക്സ്പ്രഷനേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് സി എന്ന് കൊടുക്കാം. ക്ലിയർ ആയോ? റെഡി അല്ലേ? യെസ്. സോ യുവർ ആൻസർ ഈസ് സി. ദർ ഈസ് നോ ഡൗട്ട്. അടുത്ത ചോദ്യം. The molarity of HNO3 in a sample which has density 1.4 gram per ml and mass percentage of 63% is. Molarity ആണ് ചോദ്യം. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ബൈ വോള്യൂം ഓഫ് ദി സൊല്യൂഷൻ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് നമ്പർ ഓഫ് മോൾസും അറിയണം, വോള്യൂം ഓഫ് ദി സൊല്യൂഷനും നമുക്ക് അറിയേണ്ടതുണ്ട്. തന്നിരിക്കുന്നത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി 1.4 gram per ml എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മീനിങ് 1.4 gram ആണ് ഒരു ml ഉള്ളത്. ശരിയല്ലേ? നമ്മുടെ കയ്യിലുള്ള ഇത് സൊല്യൂഷന്റെ ഡെൻസിറ്റി ആണ് പറയുന്നത്, which indicate 1 ml has 1.4 gram weight. Mass percentage 63 എന്ന് പറഞ്ഞാൽ 63 gram HNO3 is present in a total of 100 gram solution. ശരിയല്ലേ? ടോട്ടൽ 100ല് 63 ആണ് HNO3 എന്ന് പറഞ്ഞാൽ 100 gram സൊല്യൂഷൻ ആണ്. 1 gram 1.4 gram സൊല്യൂഷൻ ആണ് 1 ml. അങ്ങനെയാണെങ്കിൽ 1 gram ആണെങ്കിൽ it is 1 by 1.4 ml. When you have 100 gram, it is
100 by 1.4 ഇത്രയും ml ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. റെഡി? നമുക്കറിയാം വോള്യൂം ഷുഡ് ബി ഇൻ ലിറ്റർ. അപ്പൊ ഇതിനെ ഞാൻ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ദിസ് ഈസ് 100 by 1.4 ഡിവൈഡഡ് ബൈ 1000 ലിറ്റർ ആയിട്ട് മാറും, വിച്ച് ഈസ് 1 by 14 ലിറ്റർ. സോ യു ഗെറ്റ് ദി വോള്യൂം ഓഫ് ദി സൊല്യൂഷൻ ആസ് 1 by 14 ലിറ്റർ. ഈസി. 1 by 14 ലിറ്റർ എന്ന് കിട്ടി. ഇനിയിപ്പോൾ എളുപ്പമായി. Molarity is equal to number of moles by volume. What is number of moles? It is mass by molar mass, which is 63 by 63 divided by volume is 1 by 14. അപ്പൊ നമുക്ക് എന്താവും? 1 by 14 മേലേക്ക് വരും, which is 14 mole per liter. So you get the answer 14. ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ലല്ലോ? മൊളാരിറ്റി ആണ് ചോദ്യം. സൊല്യൂഷന്റെ ഡെൻസിറ്റി തന്നു, അതുപോലെ സൊല്യൂട്ടിന്റെ മാസ് പെർസെന്റ് തന്നു. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ദി മൊളാരിറ്റി, വേർ യുവർ ആൻസർ വിൽ ബി 14. 14 ആയിരിക്കും ആൻസർ. ക്ലിയർ അല്ലേ? നോ ഡൗട്ട്, റൈറ്റ്? ഡൗട്ടുകൾ വരുന്നില്ലല്ലോ? റെഡി? Let us move to the other question. You are doing this, right? You have to do it again and again. Among the following statement that which was not proposed by Dalton was. Dalton പറയാത്ത കാര്യം തിരിച്ചറിയണം. Chemical reactions involve reorganization of atoms. These are neither created nor destroyed in a chemical reaction. Atoms are neither created nor destroyed എന്ന് Dalton പറഞ്ഞിട്ടുണ്ട്. Yes, it belongs to Dalton theory, which was not proposed by Dalton ആണ് ചോദ്യം. അടുത്ത നോക്കുക. All the atoms of a given element have identical properties, including identical mass. Atoms of different elements differ in mass. ശരിയാ അല്ലേ? ഒരു എലിമെന്റിന്റെ എല്ലാ ആറ്റംസും ഒരുപോലെ ഇരിക്കുമെന്നും ഡിഫറെന്റ് എലിമെന്റ്സിന്റെ ആറ്റംസ് ഡിഫറെന്റ് ആയിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. റെഡി? ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. യെസ് വിലാൽ, യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. യെസ് യെസ് യെസ്, you're right. ഇനി അടുത്തതോ, when gas combine or reproduced in a chemical reaction, they do so in a simple ratio by volume, provided all the gases are at the same temperature and pressure. That is actually a Gay-Lussac's law of combining volume. അല്ലെ? ഒരു gaseous reaction നടക്കുമ്പോൾ റിയാക്ടന്റും പ്രോഡക്റ്റുകളും ഒക്കെ സിമ്പിൾ റേഷ്യോയിലാണെന്ന് പറയുന്നത് Gay-Lussac's law of combining volume ആണ്. That is not given by Dalton. So your answer will be C. Last matter consists of indivisible atoms എന്നുള്ളത് ഡാൾട്ടൺ പറഞ്ഞതാണ്, obviously. Next, the percentage composition of carbon by mole in methane. Percentage composition of carbon by mole in methane. Methane എന്ന് പറഞ്ഞാൽ CH4 ആണ്. കാർബണിന്റെ പെർസെന്റേജ് മോളിൽ വേണം പറയാൻ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ബൈ ടോട്ടൽ മോൾസ് ഓഫ് ആറ്റംസ് അല്ലേ? കാർബൺ എന്ന് പറയുന്നത് ആറ്റം ആണല്ലോ. നോക്ക് നിങ്ങൾ, ഒരു CH4 ഒരു മോൾ കാർബൺ ആറ്റം ഉണ്ടെന്ന് വിചാരിക്കേണ്ട, ദാറ്റ് ഈസ് കറക്റ്റ്. ഒരു മോൾ CH4 എടുക്കുക, അതിൽ ഒരു മോൾ കാർബൺ ആറ്റംസ് ഉണ്ട്. ടോട്ടൽ എത്ര ആറ്റംസ് ആണ് വരുന്നത്? 5 ആറ്റംസ് ആണ്. റെഡി? അപ്പൊ 5ൽ 1 കാർബൺ ആണ് into 100. So this is 1 by 5 into 100, which is 20%. This is 20%, no? ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? മോൾ എന്ന് പറഞ്ഞ് എഴുതണം എന്നില്ല. It is actually 1 carbon out of 5 atoms into 100. മനസ്സിലായല്ലോ? ടോട്ടലിൽ എത്ര കാർബൺ എന്ന് പറയണം? ടോട്ടൽ 5 എണ്ണം ഉണ്ട്. അതുകൊണ്ട് യുവർ ആൻസർ ഷുഡ് ബി D. You will get the answer D, 20%. Next, 8 gram of NaOH is dissolved in 18 gram of water. 8 gram NaOH ആണ് 18 gram വാട്ടറിൽ. മോൾ ഫ്രാക്ഷൻ ഓഫ് NaOH മൊളാരിറ്റിയും കണ്ടുപിടിക്കണം, which is a simple question. നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. മാസ് ബൈ മോളാർ മാസ്. NaOH 40 ആണ്. So this is equal to, you know that it is 2 by 10, which is equal to 0.2. Yes. And what is number of moles of water? 18 gram water എന്ന് പറഞ്ഞാൽ it is 1 mole. So let us calculate mole fraction of NaOH. Mole fraction of NaOH കാണാൻ വേണ്ടി number of moles of NaOH by total number of moles. 0.2 1 mole എടുത്തു കഴിഞ്ഞാൽ 1.2 ആണ്. So this is actually 2 by 12 or it is 1 by 6. 1 by 6 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 by 6.02 ആണ് നമ്മൾ 0.16 ആയിട്ട് എഴുതുന്നത്. So this is 0.16 something. ഓപ്ഷൻ പ്രകാരം 0.167. 1 by 6 is 0.16666 എന്ന് പറഞ്ഞു പോകും. So which is written as 0.167. അപ്പോൾ ഓൾറെഡി നമുക്ക് മോൾ ഫ്രാക്ഷൻ റെഡി ആയിട്ടുണ്ട്. And what is next? Calculate the molality. Molality എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം അല്ലേ?
What is number of moles? It is 0.2. That is the number of moles of NaOH. What is mass of solvent? 18 gram. Adine kilogram 18 into 10 raised to minus 3. So that 10 raised to minus 3 meleke poi kazhinja, this is actually 200 by 18, which is equal to 100 by 9. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് നിയർലി 10 ആണ്, അല്ലെങ്കിൽ 10-നേക്കാളും കുറച്ച് കൂടുതലായിരിക്കും, കാരണം 100 by 10 10 ആണ്. സോ ദിസ് വിൽ ബി 11.11. സോ വാട്ട് ഈസ് യുവർ ആൻസർ? യുവർ ആൻസർ വിൽ ബി സി, റൈറ്റ്? സി അല്ലേ ആൻസർ വരേണ്ടത്? ശ്രീലാൽ അത് ചെയ്തിട്ടുണ്ടോ? Anybody doing that? Did you? Yes, Gopika, you got it. Very good, very good. You are getting it right. You are with me with the calculation, right? C എന്നുള്ളത് കിട്ടിയല്ലോ. Simple ആണ്. Make your calculation little more faster, but be careful. Ready, ready, ready. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. The amount of sugar required to prepare 2 liters of 0.1 molar aqueous solution. This is very easy. Such an easy question. JEE Main വരുന്ന ചോദ്യമാണ്. ലിമിറ്റിംഗ് റിയേജന്റിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാമയ. ലിമിറ്റിംഗ് റിയേജന്റിന്റെ ചോദ്യമാണ് ആദ്യം, രണ്ടാമത് ചെയ്ത പ്രോബ്ലം ലിമിറ്റിംഗ് റിയേജന്റിന്റെതാണ്. ഇനിയും വരുന്നുണ്ട്. വി വിൽ സീ ദാറ്റ്. ഓക്കെ, ആ സമയത്ത് ഡൗട്ട് അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കട്ടോ. റെഡി. നൗ ദിസ് ഇസ് വെരി ഈസി. ഇതിന്റെ ആൻസർ പെട്ടെന്ന് പറഞ്ഞോളൂ. ആർ യു ഗെറ്റിംഗ്? What is the amount of sugar to prepare? അപ്പോൾ molarity already തന്നിട്ടുണ്ട്. It is number of moles by volume ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം number of moles molarity into volume ആണ്. So what is number of moles? It is mass by molar mass. നിങ്ങളുടെ ഷുഗറിന്റെ molar mass 342 ആണ്. Molarity is 0.1. Volume is 2 liter. So W is equal to 0.1 into 2 into 342, which is equal to ഇതിന്റെ 2 2 4 8 6. So this is equal to 68.4, right? Yes, yes. 68.4 ആണല്ലോ കിട്ടിയത്. Your answer should be C. Are you getting 68? Gopika, what? എവിടെയാണ് തെറ്റിയത്? What happened? And you getting this? നിങ്ങൾ 180 എടുക്കരുത്. That is your cane sugar C12 H22 O11 where you have 342. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഗ്ലൂക്കോസ് 180യും സൂക്രോസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 342. റെഡി? കിട്ടിയോ നിങ്ങൾക്ക്? യെസ് യെസ്. ഷിഫാനൊക്കെ സി കിട്ടിയിട്ടുണ്ട്. സി കിട്ടിയിട്ടുണ്ട്. റെഡി? യെസ് 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 യെസ്. ഓക്കെ, സോ see this one. What is the answer? The average molar mass of chlorine is 35.5 gram per mole. The ratio of chlorine 35 to chlorine 37 is naturally occurring chlorine is close to. Okay, ratio ആണ് ചോദ്യം. So what is your answer? Average molar mass തന്നിട്ടുണ്ട്. Average molar mass is equal to, എങ്ങനെയാ നിങ്ങൾ ചെയ്യുക? മോളാർ അല്ലെ, ഒരാളുടെ അറ്റോമിക് മാസ് ഇൻറ്റു പെർസെന്റേജ് അബണ്ടൻസ് ആണ്. ക്ലോറിൻ 35 അറ്റോമിക് മാസ് 35 ആണ്. അബണ്ടൻസ് എക്സ് എന്ന് വിചാരിക്കുക. പ്ലസ് ക്ലോറിൻ 37 അറ്റോമിക് മാസ് ഈസ് 37 ആൻഡ് അബണ്ടൻസ് വിൽ ബി 100 മൈനസ് എക്സ്. കാരണം രണ്ടും കൂടി ചേർന്നിട്ട് 100 ആണ്. ആൻഡ് ഔട്ട് ഓഫ് 100 ദിസ് ഈസ് യുവർ പെർസെന്റേജ് വാല്യൂ. അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ അല്ലാതെ തന്നെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് അത് പറയാൻ വേണ്ടി അറിയാം. കാരണം വി ആർ ഓൾറെഡി ലേണിംഗ് ദാറ്റ്, റൈറ്റ്? 75ഉം 25 ആണെന്ന് പഠിക്കുന്നുണ്ട്. Or I'll simply solve this. This is 3550. 100 ഇപ്പുറത്തേക്ക് എടുത്തു. So 35x plus 3700 minus 37x ആണ്. So this is equal to 3700 minus 2x വരും. 2x ഇപ്പുറത്തേക്ക് എടുത്തു. So 3700 minus 3550 എന്ന് പറഞ്ഞാൽ it is you will get 150, right? 200 ഇല്ല. So x is equal to 75. x 75 ആണെങ്കിൽ 100 minus x is equal to 25. So നിങ്ങൾക്ക് പെർസെന്റേജ് കിട്ടി. റേഷ്യോ എന്താ? ക്ലോറിൻ 35നെയാണ് എക്സ് എന്ന് വിളിച്ചത്. അപ്പൊ ക്ലോറിൻ 35 ബൈ ക്ലോറിൻ 37 ചെയ്യുമ്പോ ഇറ്റ് ഈസ് ആക്ച്വലി 75% by 25%, which is equal to 3:1. So you get it easily. Your answer will be B. Already B എന്ന് നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. യെസ് യെസ് യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തൊരു ചോദ്യം 2:1 അല്ല സിയാദ്. സിയാദിന് കിട്ടി. ആദർശിന് മനസ്സിലായല്ലോ. റെഡി? അതായത് ഇത് ഭയങ്കര സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. ഇക്വേഷൻ വൺസ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ യു ഡയറക്ട്ലി ഗെറ്റ് ഇറ്റ്. സിയാദ്. അടുത്ത നോക്കാം. The ratio of mass percentage of carbon and hydrogen
and carbon and oxygen of a saturated acyclic organic compound X are 4:1 and 3:4 respectively. ശ്രദ്ധിക്കണേ, മാസ് പെർസെന്റേജിന്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. മേ ബി യു ക്യാൻ ഗോ ഫോർ ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് മോൾ റേഷ്യോ. ലെറ്റ്സ് സേ നിങ്ങൾ ഇതിന്റെ മോൾ റേഷ്യോ ആണ് എടുക്കുന്നതെങ്കിൽ ഇപ്പൊ 4 ഗ്രാം കാർബണും 1 ഗ്രാം ഹൈഡ്രജനും ഉണ്ട് എന്ന 4:1ന്റെ മീനിങ് അല്ലെ. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കൂ. സോ മോൾ റേഷ്യോ ആണെങ്കിൽ 4 കാർബണിന്റെ മാസ് ബൈ അറ്റോമിക് മാസ് 4/12 1/1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/3:1/1 എന്ന് വരും. 1/3:1/1 which is 1:3. സിമിലർലി നിങ്ങൾ കാർബൺ ഓക്സിജനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 3/12:4/16. ഓക്സിജന്റെ മാസ് 16 ആണ്, which is 1/4:1/4. അപ്പൊ ഇത് 1:1 എന്ന് കിട്ടും. ഇതാണ് മോൾ റേഷ്യോ. ഇതാണ് നമ്മുടെ കയ്യിലുള്ള മോൾ റേഷ്യോ. അപ്പൊ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ CHOയിൽ എഴുതിയാൽ റേഷ്യോ പ്രകാരം നിങ്ങൾക്കറിയാം കാർബൺ 1 ആണെങ്കിൽ ഹൈഡ്രജൻ 3 എണ്ണം, ഓക്സിജൻ 1. ശരിയല്ലേ? കാർബൺ 1 ആണെങ്കിൽ ഹൈഡ്രജൻ 3ഉം ഓക്സിജന്റെ മോളാർ റേഷ്യോ 1 ആണ്. സോ ഇതാണ് ഇതിന്റെ എംപിരിക്കൽ ഫോർമുല, നമുക്ക് കിട്ടുന്ന എംപിരിക്കൽ ഫോർമുല. പക്ഷേ ക്വസ്റ്റ്യനിൽ ഓൾറെഡി സാച്ചുറേറ്റഡ് അസൈക്ലിക് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. റെഡി, CC സിംഗിൾ ബോണ്ടുകളെ പോസിബിൾ ആവുള്ളൂ. അപ്പൊ ഒരു കാർബൺ വരുന്ന സിസ്റ്റത്തിന് CH3O ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാച്ചുറേറ്റഡ് അസൈക്ലിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ദിസ് വിൽ ബി C2H6O2. ദാറ്റ് വിൽ ബി യുവർ നെക്സ്റ്റ്. യെസ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇയാളെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദി മോൾസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് റിക്വയർഡ് ഫോർ ദി കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 2 മോൾസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പൊ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് C2H6O2നെ നിങ്ങൾ ബേൺ ചെയ്യാണ്. സോ ദാറ്റ് യു ഗെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ജസ്റ്റ് ബാലൻസ് ഇറ്റ്. 2 കാർബൺ ഉണ്ട്, 6 ഹൈഡ്രജൻ ഉണ്ടാവണമെങ്കിൽ ഇവിടെ 3H2O. അപ്പൊ തന്നെ ഓക്സിജൻ നിങ്ങൾക്ക് മനസ്സിലായി 7 ഓക്സിജൻ ഉണ്ട്. അതിൽ 2 ഓക്സിജൻ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി 5 more ഓക്സിജൻ ഈസ് റിക്വയർഡ്. സോ ദിസ് ഈസ് 5/2 O2 ഫോർ 1 മോൾ. അപ്പൊ 2 മോൾ ആണ് എടുക്കുന്നതെങ്കിൽ 5 മോൾ ഓക്സിജൻ വിൽ ബി റിക്വയർഡ്. You are getting it right? പറഞ്ഞ മനസ്സിലായോ ഗോപിക? So you have to consider, because this one is your C2H6, 2 O വരുന്നുണ്ട്. So this should be the case. Ready? ഇതായിരിക്കും നമ്മുടെ കയ്യിൽ വരുന്ന കോമ്പൗണ്ട്. അപ്പൊ നമുക്ക് 2 മോൾ എടുത്തു കഴിഞ്ഞാൽ it will be 5. So your answer remains 5. ആൻസർ 5 എന്ന് തന്നെയാ വരിക, അതിൽ സംശയമില്ല. റെഡി? ഓക്കെ ആണോ? റെഡി. അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ ഇതാണെങ്കിൽ ഒരു കാർബൺ മാത്രമേ ഉള്ളൂ. You have 1 hydrogen, another hydrogen, another hydrogen, and there is 1. And this is not possible. Such a system is not possible. So what is the nearest or the next saturated acyclic organic compound possible is this one. So you get 5. മനസ്സിലായോ? റേഷ്യോ തന്നു, മാസ് റേഷ്യോ തന്നു, മോൾ റേഷ്യോ കണ്ടുപിടിച്ചു. സോ ദാറ്റ് യു ഗെറ്റ് മോൾ റേഷ്യോ കിട്ടിയാൽ എംപിരിക്കൽ ഫോർമുല കാണാനുള്ള അതേ ഫോർമുലയാണ് നമ്മൾ ചെയ്തത്. അസൈക്ലിക് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, സൈക്ലൈസേഷൻ നടക്കുന്നില്ല, സാച്ചുറേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം സിംഗിൾ ബോണ്ടഡ് ആയിരിക്കുന്ന ഫോർമുല നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അതിനെ ബേൺ ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ്. ഓക്കെ അഭയ്, അടുത്ത് ചെയ്യടാ അഭയ്. The ratio of mass percent of carbon and hydrogen of an organic compound is 6:1. മാസ് പെർസെന്റ് ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മോൾ റേഷ്യോ കണ്ടാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. This is 6/12:1/1, which is 1/2:1 or 1:2 is your mole ratio. എന്ന് പറഞ്ഞാൽ കാർബൺ നമ്പർ എത്രയാണോ അതിന്റെ ഇരട്ടി നമ്പർ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ അത് നമുക്ക് റെഡിയായി. So you are getting the mole ratio. അപ്പൊ മാസ് റേഷ്യോ മോൾ റേഷ്യോ കണ്ടു. ഇനി ശ്രദ്ധിക്കേണ്ടത്, if one molecule of the above compound എന്ന് പറയുന്നത് CXHYOZ ആണ് കോമ്പൗണ്ട്. ഓക്കെ,
അതിൽ തന്നെ എക്സ് 1 ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് 2 ആണെന്ന് മനസ്സിലായി അല്ലെ. എക്സ് 1 ആണെങ്കിൽ കാർബൺ 1 ആണെങ്കിൽ വൈ 2 ആണെന്ന് മനസ്സിലായി. സെഡിന്റെ കാര്യമൊന്നും നമുക്കറിയില്ല. But one molecule of the above compound contains half as much oxygen required to burn one molecule of the compound CXHY. CXHY burn ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ പകുതി ഓക്സിജൻ ആണ് CXHYOZ ൽ പ്രസന്റ് ആയിരിക്കുന്നത്. CXHY burn ചെയ്യാൻ CXHY burn ചെയ്യാൻ എത്ര ഓക്സിജൻ വേണം? ഇങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക. എക്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് y/2 H2 ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, കാർബൺ ഈസ് ബാലൻസ്ഡ്, ഹൈഡ്രജൻ ഈസ് ബാലൻസ്ഡ്. ഓക്സിജൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2x ഉണ്ട് അല്ലെ. അതുപോലെ ഇവിടെ y/2 ഉണ്ട്. സോ ദിസ് വിൽ ബി 2x പ്ലസ് y/2 ഓക്സിജൻ ആണ് നമുക്ക് ആവശ്യം. ഈ കോമ്പൗണ്ടിന് ഇത്രയും ഓക്സിജൻ ആവശ്യമുണ്ടെങ്കിൽ ഇവര് പറഞ്ഞിരിക്കുന്നത് എന്താ? എത്ര ഓക്സിജൻ ആണോ ഈ കോമ്പൗണ്ടിന് ആവശ്യം അതിന്റെ പകുതിയാണ് തന്ന ക്വസ്റ്റ്യനിലുള്ള കോമ്പൗണ്ടിലുള്ള ഓക്സിജൻ. അത് Z അല്ലേ. അപ്പൊ Z എന്ന് പറയുന്നത് ഇതിന്റെ പകുതിയാണ്. ഇറ്റ് ഈസ് ഹാഫ് ഓഫ് 2x പ്ലസ് y/2 വിച്ച് ഈസ് ഈക്വൽ ടു x പ്ലസ് y/4. അതാണ് Z. അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ നോക്ക്, x എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കുക. അപ്പൊ y എന്നുള്ളത് 2 അല്ലേ. അങ്ങനെയാണെങ്കിൽ Z എത്രയാ? 1 പ്ലസ് 2/4, 1 പ്ലസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 3/2. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് CX C1 എന്ന് എഴുതിയാൽ HY H2 എന്നും OZ നെ O3/2 എന്ന് എഴുതാം. അപ്പൊ ഇതിനെ നിങ്ങൾ ഒരു ഫോർമുലയാക്കി എഴുതിയാൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. സോ ദിസ് ഈസ് C2H4O3. ദാറ്റ് ഈസ് യുവർ ആൻസർ. C2H4O3 എന്ന് വരുന്ന ഓപ്ഷൻ ഉണ്ടോ? C2, യെസ്, യു ഗെറ്റ് ഓപ്ഷൻ ഡി. ഡി ആണ് ഓപ്ഷൻ. ബാക്കിയൊന്നും ഈ റിലേഷനെ സാറ്റിസ്ഫൈ ചെയ്യൂല. അല്ലെങ്കിൽ അങ്ങനെ നോക്കിയാലും മതി. ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറെ ആരുമില്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി അല്ലേ? റെഡി അല്ലേ? യെസ് യെസ്. സോ ലെറ്റ്സ് സീ അനദർ ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അല്ലേ? ബി അല്ലാതെ നമുക്ക് കിട്ടുന്നത് ഡി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മാസ് റേഷ്യോ തന്നതിന് മോൾ റേഷ്യോ കണ്ടുപിടിച്ചു. അപ്പൊ എക്സും വൈയുടെയും റേഷ്യോ മനസ്സിലായി. Z എത്രയായിരിക്കും എന്നാണ് അറിയേണ്ടത്. അതിന് എക്സ് വൈ സെഡിന്റെ ഒക്കെ റിലേഷൻ കിട്ടിയാൽ കൊള്ളാം. അപ്പോഴാണ് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി തന്നത്. CXHY നെ ബേൺ ചെയ്താൽ എത്ര ഓക്സിജൻ കിട്ടുമോ അതിന്റെ പകുതിയാ സെറ്റ്. ബേൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും H2 ഉണ്ടാക്കി ബാലൻസ് ചെയ്ത് ഓക്സിജനെ കണ്ടുപിടിച്ചു. അപ്പോ ഓക്സിജന്റെ ആ പകുതി ഓക്സിജൻ ആണ് നമ്മുടെ ആദ്യത്തെ കോമ്പൗണ്ടിലുള്ളത്. സോ Z ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് 2x പ്ലസ് y/2 എന്ന് എഴുതി. അങ്ങനെ സെഡും എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചു. എക്സും വൈയും ഇതാണെങ്കിൽ Z ഇതായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് എംപെറിക്കൽ ഫോർമുല ഡിറൈവ് ചെയ്യാൻ നോക്കി. ആൻഡ് യു ഗെറ്റ് ദി ഫോർമുല ഡയറക്ട്ലി ഫ്രം ദി എംപെറിക്കൽ ഫോർമുല. റെഡി? അതിന് സിമ്പിൾ അല്ലേ? യെസ് യെസ് യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ദി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 8 gram ഓഫ് സോഡിയം is x into 10 raised to 23. What is the value of x? Which is the direct question came in the last year, 2021. The number of atoms in 8 gram. അപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ മാസ് ബൈ മോളാർ മാസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻടു അവഗാഡ്രോ നമ്പർ. So what is 8 into 6.02 into 8 ആണ്. So that is 48.16 by 23 into 10 raised to 23. So do it. 48.16 divided by 23. രണ്ട് തവണ പോയി കഴിഞ്ഞാൽ it is 46. അപ്പോഴും നിങ്ങൾക്ക് 2.16 ബാക്കിയുണ്ട്. അപ്പൊ 23 എന്തായാലും നമുക്ക് പോകൂല, 0 ഇടുന്നു. അപ്പൊ 216 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 23 into 9 പോവാൻ സാധ്യതയുണ്ട്. 23 into 10 230 ആണ്. 207. Yes, that is possible. So you get 2.09 into 10 raised to 23 is your answer. Yes. Nearest integer ആയിട്ട് round off ചെയ്യുമ്പോൾ it is 2 into 10 raised to 23. So this is x is 2. So that you get 2 into 10 raised to 23 as your answer. Yes. Kitty. Very good. Very good. അടുത്ത ചോദ്യം. See this question. Sodium oxide. What is sodium oxide? Na2O.
reacts with the water H2O to produce sodium hydroxide NaOH. Balanced. 20 gram sodium oxide is dissolved in 500 ml of water. Neglecting the change in volume, concentration of NaOH is what? NaOH in the concentration kandupidikkanam. Given that 20 gram sodium oxide is taken. So number of moles of Na2O is equal to mass by molar mass. Na2O യുടെ molar mass എത്രയാണ്? So you have 23, 23, 16. It is 62. So concentration of NaOH is equal to number of moles by volume. There is no doubt. Number of moles എന്ന് പറഞ്ഞാൽ Na2O യുടെ ഇരട്ടി number of moles ഇല്ലേ? So this is 2 into 20 by 62. Ready? By volume 500 ml ആണ്, which is half liter. So this is 1 by 2. 2 മേലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ what is your answer? 2 cancel. This is 31. So you have 40 by 31. 40 by 31 ആണ്. You solve it. 40 by 31. Anyway, 1 time 31. 9 is left. 90 നിങ്ങൾക്ക് എന്തായാലും 2 times നിങ്ങൾക്ക് പോകുള്ളൂ. Where 62 is coming. Then remaining 28 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 280 31 around 6 times പോവോ എന്ന് നിങ്ങൾക്ക് നോക്കാം. No, 9 times പോകും. So this is 1.29 is your answer. നിയറസ്റ്റ് ഇന്റിജറിലേക്ക് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതും 10 to the power -1 മാറ്റണം. 1.29 ഞാൻ 1.3 എന്ന് എഴുതി, which is equal to 13 into 10 raised to -1. So you get 13. 13 is your answer. അതാ നിങ്ങൾ ശ്രദ്ധിക്കണം. 12.9 ആണ് ശ്രീലാലെ. 12.9 അല്ലേ വരുന്നത്. 12.9 into 10 raised to -1 ആണ്, which is taken as 13. Ready? Yes. Next. The density of NaOH solution is 1.2 gram per centimeter cube. Density is given. What is the molality of the solution? In M, molar. Round off to the nearest integer. So density is 1.2 gram per milliliter. So that indicate 1 milliliter has 1.2 gram. Ready? അപ്പോൾ 1 milliliter 1.2 gram ഉണ്ടെങ്കിൽ നമുക്കറിയാം മൊളാലിറ്റി ഒരു കിലോഗ്രാമിലാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. സോ 1 ml 1.2 gram നമുക്കുള്ളത്. ലെറ്റ്സ് സേ 1000 ml ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ you get 1200 gram. Ready? Or you can tell that ഇപ്പൊ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാനുള്ളത് 1000 ml you can just take it as 12 കിട്ടിയപ്പോൾ പിന്നീട് ചെയ്തില്ല മാം, അതാ തെറ്റിയത്. ശ്രീലാലെ കുഴപ്പമില്ല. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇന്റിജർ കഴിഞ്ഞാൽ അടുത്തൊരു പോയിന്റ് കൂടി നോക്കണം. അതാണ് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഈ റിമൈനിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ആവേണ്ടതാണ്. 90 - 62 എന്നുള്ളത് 28 നമുക്ക് വന്നല്ലോ. അങ്ങനെ 28 വന്നു കഴിയുമ്പോൾ തന്നെ അത് 280 ആകുമ്പോൾ അത് നെഗ്ലിജിബിൾ വാല്യൂ ആയിരിക്കൂല. 280 ഈസ് ക്ലോസർ ടു 310, റൈറ്റ്? 280 310 തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റെഡി? അപ്പൊ നിലവിൽ നമുക്ക് സൊല്യൂഷന്റെ മാസ് എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും മാസാണ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂട്ടിന്റെ മാസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ 1200 മൈനസ് സോൾവെന്റിന്റെ നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ്സ് സേ സോൾവെന്റ് is 1000, you get 200. Then molality is equal to number of moles. It is 200 by 40 divided by mass, weight 1 kilogram ആണെന്ന് തന്നെ നമ്മൾ assume ചെയ്യുന്നു. So you get it as 5. The answer is 5, Gopika. Yes, you can get it directly. Density of water 1 gram per centimeter cube എന്ന് തന്നതുകൊണ്ട് അങ്ങനെ എടുത്തേ. നിങ്ങളുടെ കയ്യില് സൊല്യൂഷന്റെ വോള്യം 1 ml ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1 ml ഈസ് 1.2 gram എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദി മാസ് ഓഫ് സൊല്യൂഷൻ ബൈ യൂസിങ് ദി ഇക്വേഷൻ ഡെൻസിറ്റി. മാസ് ഓഫ് സൊല്യൂഷൻ നമുക്ക് കിട്ടി, സൊല്യൂട്ട് കണ്ടുപിടിച്ചു. യെസ്, നമ്പർ ഓഫ് മോൾസ്. സോ ദിസ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ഓൾറെഡി ഡിസ്കസ്ഡ്. 5 ആണ് ചെയ്തതിൽ ഡൗട്ട് ഇല്ലല്ലോ. മൊലാലിറ്റി നമ്പർ ഓഫ് മോൾസ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. 1 കിലോഗ്രാം ഉണ്ട് എന്ന് വിചാരിക്കുക, അതായത് 1000 gram സോൾവെന്റ് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ടോട്ടൽ സൊല്യൂഷൻ 1200 ആണെന്ന് കിട്ടി. സോ യു ഗെറ്റ് സൊല്യൂട്ട് ഈസ് 200. റെഡി?
Yes, yes, yes. Let us see the next one. A reaction of 0.1 mole benzylamine with bromoethane gave 23 gram of benzyl trimethyl ammonium bromide. ശ്രദ്ധിക്കണേ, നമ്മുടെ കയ്യിൽ ബെൻസൈൽ അമീൻ തന്നിരിക്കുന്നു, വിച്ച് ഈസ് ദിസ് ബെൻസൈൽ അമീൻ. ഇറ്റ് ഈസ് റിയാക്ടിംഗ് വിത്ത് ബ്രോമോ ഈഥെയിൻ അല്ലെ. അപ്പോ ബ്രോമോ മീഥെയിൻ ദാറ്റ് ഈസ് CH3Br റിയാക്ട് ചെയ്യുന്നു. ആൻഡ് യു ഗെറ്റ് ബെൻസൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്. ശരിയാ, നൈട്രജൻ വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു, Br പോകുന്നു, അങ്ങനെ NCH3 ബോണ്ടുകൾ ഉണ്ടാവും. സോ യു ഗെറ്റ് ട്രൈമീഥൈൽ എന്ന് പറഞ്ഞ 3 മീഥൈൽ അമോണിയം ബ്രോമൈഡ്. ദിസ് ഈസ് യുവർ കേസ്. ഇതാണ് റിയാക്ഷൻ. ചോദ്യം എന്താ? 0.1 മോൾ ബെൻസൈൽ അമീനാണ് നമ്മുടെ കയ്യിലുള്ളത്. 23 gram ഓഫ് ബെൻസൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ് ആണ് നമുക്ക് കിട്ടിയത്. ചോദ്യം, ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ബ്രോമോ ഈഥെയിൻ കൺസ്യൂംഡ്. ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? ഓക്കെ, what is the number of moles of bromo methane consumed ആണ്. So you need to find the number of moles here. ഇവിടെ എത്രയാ നമ്പർ ഓഫ് മോൾസ് എന്ന് കണ്ടുപിടിക്കണം. സോ ജസ്റ്റ് ചെക്ക് ഇറ്റ്. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റിലെ ടോട്ടൽ കാർബണുകൾ നോക്കിക്കഴിഞ്ഞാൽ 6, 7, 8, 9, 10. സോ ദർ ആർ 10 കാർബൺ യു ഹാവ് സീറ്റഡ്. ഹൈഡ്രജൻ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ നമുക്ക് 5 ഹൈഡ്രജൻ ഉണ്ട്. യു ഹാവ് 7, 10, 13, 16. ദർ ആർ 16 ഹൈഡ്രജൻ. ആൻഡ് യു ഹാവ് 1 നൈട്രജൻ ആൻഡ് 1 ബ്രോമിൻ. അപ്പൊ ഇതിന്റെ മാസ് നോക്കിയാൽ 10 കാർബണിന് 120, 16 ഹൈഡ്രജന് 16, 1 നൈട്രജന് 14, 1 ബ്രോമിൻ 80. സോ ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് 230. അപ്പൊ ശരിയാ, നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ മാസ് ബൈ മോളാർ മാസ് ഈസ് ഈക്വൽ ടു അഗൈൻ 0.1 മോൾ. സോ വാട്ട് ആർ യു അണ്ടർസ്റ്റാൻഡിങ്? യു ഹാവ് 0.1 മോൾ ഓഫ് ദിസ് സിസ്റ്റം. റിയാക്ടന്റ് ബെൻസൈൽ അമീൻ 0.1 മോൾ ഉണ്ട്, അത് 0.1 മോൾ പ്രോഡക്റ്റ് ആയി. അപ്പൊ ഇനി നിങ്ങൾക്ക് പറയാലോ എത്ര മീഥൈൽ ബ്രോമൈഡ് വേണം. നൈട്രജൻ ഒരു തവണ അറ്റാക്ക് ചെയ്താൽ ഒരു CH3. അടുത്തത് വരുമ്പോഴാണ് അടുത്ത ബ്രോമോ മീഥൈൻ ആണ് നെക്സ്റ്റ് CH3 കൊടുക്കുക. സോ യു നീഡ് 3 ബ്രോമോ മീഥൈൻ ഫോർ ദി റിയാക്ഷൻ ടു ഹാപ്പൻ. അപ്പൊ നിങ്ങൾ അതില് മനസ്സിലാക്കേണ്ടത് 1 മോളിന് 3 മോൾ ആവശ്യമുണ്ട്. അപ്പൊ 0.1 മോളിന് 0.3 മോൾ വിൽ ബി റിക്വയർഡ്. What is 0.3? It is 3 into 10 raised to minus 1. So 3 into 10 raised to minus 1. N is equal to 3. Ready? N is equal to 3. അപ്പൊ നമുക്ക് കിട്ടുന്നത് N is equal to 3 ആയിരിക്കും അവിടെ. ക്ലിയർ അല്ലേ? യെസ്, റെഡി. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്നതിൽ മൊളാലിറ്റി ഈ ടൈപ്പ് ഡെൻസിറ്റി തന്നിട്ടുള്ളത് ഡയറക്റ്റ് റിലേഷൻ യൂസ് ചെയ്യാം, ഓർ എൽസ് കോൺസെപ്ച്വൽ ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, പെർസെന്റേജ് കോമ്പോസിഷൻ, എംപെരിക്കൽ ഫോർമുല, സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് മാത്രമല്ല, യു ക്യാൻ ദി ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ഈവൻ ഫ്രം ദി നോർമാലിറ്റി ബേസ്ഡ് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് ഇക്വലൻസ് ടു കാൽക്കുലേറ്റ് ദി ഇക്വലന്റ് മാസ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പോസിബിൾ ആണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എസ്പെഷ്യലി ബാലൻസ്ഡ് അല്ലാത്ത ഇക്വേഷൻസ് തരുമ്പോൾ യു നീഡ് ടു ഗോ ഫോർ ദി കോൺസെപ്റ്റ് ഓഫ് ഇക്വലൻസ് കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകണം. അപ്പൊ ഇക്വലൻസ് കോൺസെപ്റ്റ് പറയുന്നത് എന്താ? ഈക്വൽ ഇക്വലൻസ് ആർ റിയാക്ടിങ്, ഈക്വൽ പ്രോഡക്ട്സ് ആർ ഒബ്റ്റെയിൻഡ്. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഇമാജിൻ A plus B giving C plus D. So here, if one equivalent of A is reacting with one equivalent of B, and you get one equivalent of C and one equivalent of D, equal equivalence will give you equal equivalence of product. Number of moles il namakku orikkalum angane parayan kazhiyilla. See, for example, carbon plus oxygen giving carbon monoxide. So when you balance mole in the terminal, 2 mole of carbon reacting with 1 mole of oxygen, and you get 2 mole of carbon monoxide. So where the number of moles are being different, 1 mole is not always reacting with 1 mole. No, that is not mandatory. It is strictly decided by the equation and the chemical formula when you balance. പക്ഷേ
Equivalent concept പ്രത്യേകത എന്താ? Equal equivalent. So you can call, you have one equivalent of carbon reacting with one equivalent of oxygen and you get one equivalent of carbon monoxide. അതുകൊണ്ട് നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാത്ത അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാത്ത ഇക്വേഷൻസ് തന്നാൽ, ഇഫ് യു ആർ ഏബിൾ ടു ഫൈൻഡ് ദി നമ്പർ ഓഫ് ഇക്വലൻസ്, ഗോ ഫോർ ദിസ് ടേം. എപ്പോഴും എസ്പെഷ്യലി വെൻ യു ഹാവ് എൻ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ, ഒരു ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും കൂടിയാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ റിയാക്ഷനിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകളൊക്കെ തരുന്നു. ലെറ്റ് us say here you have products. പ്രോഡക്റ്റുകളെല്ലാം നിങ്ങൾക്കുണ്ട്, പ്രോഡക്റ്റ് 1 ആൻഡ് പ്രോഡക്റ്റ് 2. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? Equivalence of oxidizing agent will be equal to equivalence of reducing agent. Equivalence of acid reacted is equal to equivalence of base. So this is the idea you have to keep. അങ്ങനെ വരുമ്പോ നമ്മൾ ഇക്വലൻസ് കാണുമ്പോൾ you know that ഒന്നുകിൽ number of gram equivalence is equal to just number of moles in a molarity into volume എന്ന് പറയുന്നത് പോലെ it is normality into volume. So that is the first method. Number of moles കാണാൻ അല്ലെങ്കിൽ mass by molar mass ചെയ്യുന്നത് പോലെ you can find this by using the equation mass by equivalent mass. Ready? Where equivalent mass is equal to molar mass by n factor or valency factor. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. Equivalent mass is equal to molar mass by n factor or valency factor. Ready? അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. And also know that normality molarity തമ്മിലുള്ള റിലേഷൻ അറിയാം. Normality is equal to molarity into valency factor. അപ്പൊ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഈക്വലൻസ് ബൈ വോളിയം is equal to molarity number of moles by volume into valency factor. So that you get a third equation, number of equivalence is equal to number of moles into valency factor. So these are the equation you need to always keep in mind. Number of equivalence കണ്ടുപിടിക്കാൻ, that is number of gram equivalence കണ്ടുപിടിക്കാൻ 3 equation. വോളിയം നോർമാലിറ്റി ആണെങ്കിൽ n into v, മാസിന്റെ ബേസിലാണെങ്കിൽ മാസ് ബൈ ഇക്വലന്റ് മാസ്, നമ്പർ ഓഫ് മോൾസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു വാലൻസി ഫാക്ടർ. ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഇക്വലൻസ് കണ്ടുപിടിക്കേണ്ടത്. ബട്ട് വാലൻസി ഫാക്ടർ കണ്ടുപിടിക്കൽ ഇമ്പോർട്ടന്റ് ആണ്. റെഡി? വാലൻസി ഫാക്ടർ എങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വാലൻസി ഫാക്ടർ, വാട്ട് ഈസ് വാലൻസി ഫാക്ടർ ഫോർ ആസിഡ്? Valency factor is equal to number of replaceable H plus ions. It is decided by the equation. പറയുന്ന മനസ്സിലാവുന്നില്ല? ഇക്വേഷന്റെ അടിസ്ഥാനത്തിലാണ് വാലൻസി ഫാക്ടർ തീരുമാനിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പറഞ്ഞിരിക്കുന്നതില്? ക്ലിയർ ആണോ? എനി ഡൗട്ട് യു ആർ ഹാവിംഗ് യു കൻ ആസ്ക്. HCl എടുത്തു കഴിഞ്ഞാൽ വാലൻസി ഫാക്ടർ 1 ആണ്. H2SO4ന്റെ കേസിൽ വാലൻസി ഫാക്ടർ 2 ആണ്. HNO3 എടുത്ത വാലൻസി ഫാക്ടർ 1 ആണ്. H3PO4 ന്റെ കേസിൽ that is 3. H3PO3 ആണെങ്കിൽ it is 2. H3PO2 ഫോസ്ഫീനിക് ആസിഡ് ആണെങ്കിൽ it is 1. കൊടുക്കാൻ കഴിയുന്ന H പ്ലസുകളുടെ അളവിനെ മാത്രമേ വാലൻസി ഫാക്ടർ ഫോർ ആസിഡിൽ കൗണ്ട് ചെയ്യേണ്ടതുള്ളൂ. കേട്ടോ? സംശയമില്ലല്ലോ പറഞ്ഞതില്? പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, just consider the example H2SO4 plus NaOH giving, I'm not balancing ചെയ്യുന്നില്ല കേട്ടോ. Na2SO4 plus H2O. ഈ കേസിൽ വാലൻസി ഫാക്ടർ ഫോർ സൾഫ്യൂരിക് ആസിഡ് will be 2 because 2H plus is replaced. H2SO4ഉം Na2SO4ഉം കമ്പയർ ചെയ്യുമ്പോൾ 2 H പ്ലസിനെ മാറ്റി 2 Na പ്ലസ് വന്നു എന്ന് പറഞ്ഞാൽ 2 H പ്ലസ് മാറിയല്ലോ, അതുകൊണ്ട് വാലൻസി ഫാക്ടർ 2 ആണ്. But if the equation is this, that gives you NaHSO4 plus H2O, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വാലൻസി ഫാക്ടർ ഓഫ് ഹൈഡ്രജൻ is not 2. കാരണം H2SO4 NaHSO4 ആയി മാറുമ്പോൾ there is still 1 H plus remaining in the product. Only among the 2 H plus available, only 1 H plus is reacted and it is replaced by Na plus. So valency factor will be taken as 1 since only 1 H plus is involved in the reaction given. അപ്പൊ എപ്പോഴും ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ your suggestion about valency factor should be based on the equation അടിസ്ഥാനത്തിലെ ആസിഡ് ബേസുകൾ പറയാൻ പാടുള്ളൂ. And now if you consider ബേസുകളെ സംബന്ധിച്ചാണെങ്കിൽ obviously valency factor is equal to number of OH minus available. Ready?
ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. യെസ് യെസ് യെസ്. സോ മിൽവോസ് ഗെയിമിംഗ് യു ഹാവ് ഓൺലി ഫ്യൂ ഡേയ്സ് ലെഫ്റ്റ്. ഈ മന്ത് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. റെഡി. അപ്പൊ വാലൻസി ഫാക്ടർ ഓഫ് OH മൈനസ് ആണ്. വാലൻസി ഫാക്ടർ ഓഫ് ബേസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് OH മൈനസ്. സോ ടേക്ക് NaOH. NaOHന്റെ കേസിൽ 1 ആണ്. ബേരിയം ഹൈഡ്രോക്സൈഡ് എടുത്താൽ 2 OH മൈനസ് ഉണ്ട്, അപ്പൊ 2 വരെ പോവാം. AlOH ത്രൈസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി 3 എക്സെട്ര. റെഡി. ഇതാണ് ബേസിന്റെ കേസിൽ. ആൻഡ് നൗ കൺസിഡർ യുവർ സോൾട്ട്. സോൾട്ടിന്റെ കേസിലാണെങ്കിൽ ബാലൻസി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കാറ്റയോണിക് ചാർജ് എന്ന് ഓർമ്മിച്ചാൽ മതി. കാറ്റയോണിക് ഓർ ആനിയോണിക്, കാറ്റയോണിക് ചാർജ് എന്ന് എഴുതാം. സോ കൺസിഡർ NaCl. NaCl ആണെങ്കിൽ Na പ്ലസും Cl മൈനസും ആണ്, അപ്പൊ ബാലൻസി ഫാക്ടർ 1 ആണ്. ഒരു പോസിറ്റീവ് ചാർജ്. റെഡി. യു ടേക്ക് CaCl2. വാട്ട് ഈസ് ദ ബാലൻസി ഫാക്ടർ ഹിയർ പറഞ്ഞേ? എത്രയാ ടോട്ടൽ പോസിറ്റീവ് ചാർജ്? Ca2 പ്ലസ് ടോട്ടൽ 2 പോസിറ്റീവ് ചാർജ്. Take AlCl3. What is the total positive charge? Aluminium is your cation. Total cation or aluminium 3 positive charge. And what about K4FeCN 6 times? So here cation is K plus. But idina plus 1 എന്നാണോ പറയാ? No. Valency factor is not 1 കാരണം ടോട്ടൽ കാറ്റയോണിക് ചാർജിനെയാണ് നമ്മൾ പറയേണ്ടത്. ഇവിടെ 4 പോസിറ്റീവ് ചാർജ് വരുന്നുണ്ടല്ലോ. സോ ഇറ്റ് ഈസ് 4. ടേക്ക് കാൽഷ്യം ഫോസ്ഫേറ്റ് Ca3PO4 thrice. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റയോൺ കാൽഷ്യം 2+ ആ, പക്ഷെ 3 കാൽഷ്യം 2+ അവിടെ ഉണ്ട്. ഫോർമുലയില് 1 മോൾ ഫോർമുല എടുത്താൽ there are 3 calcium available. So total cationic charge എന്ന് പറഞ്ഞാൽ that will be always 6. പറഞ്ഞത് ക്ലിയർ ആയോ? സോ യു ആർ ഹാവിംഗ് കാൽഷ്യം ഫോസ്ഫേറ്റ് written as Ca3PO4 twice. It's not 3, it should be twice. PO4 twice ആണ് obviously. അപ്പൊ നിങ്ങൾ ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. And now comes to the important point where നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വാലൻസി ഫാക്ടർ ഫോർ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ആണ് പറയുന്നത് എന്ന് വിചാരിക്കാം. See, for example, you consider potassium dichromate Cr2O7 അത് തരുന്നത് that will be always converted into Cr3+. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കൂടിയാണ് because you have this one in your D and F block elements. അവിടെ നമ്മൾ പഠിക്കുന്ന റിയാക്ഷൻ കൂടിയാണ്. വാലൻസി ഫാക്ടർ കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ്. ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ പെർ മോൾ ഓഫ് ദി സ്പീഷീസ്. ഒരു മോൾ സ്പീഷീസിൽ എത്ര ചേഞ്ച് വന്നു എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2021 ഒരു ചോദ്യം ഞാൻ ഈ പറയുന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഐ വിൽ ഷോ യു ദ ക്വസ്റ്റ്യൻ നൗ. ജസ്റ്റ് ഗിവ് ദി സീ ഹൗ ദ വാലൻസി ഫാക്ടർ ഈസ് ഫൈൻഡ്. നോക്കണേ, ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണല്ലോ പൊട്ടാഷ്യം ഡൈക്രോമേറ്റില്. ഇവിടെയാണെങ്കിൽ അത് +3 ആണ്, സംശയമൊന്നുമില്ല. അപ്പൊ +6 +3 മാറുമ്പോ 3 ഓക്സിഡേഷൻ നമ്പറിൽ വ്യത്യാസമുണ്ട്. പക്ഷെ 1 മോള് കൺസിഡർ ചെയ്താൽ അവിടെ 2 ക്രോമിയം ഉണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും ഒരു ആറ്റത്തിനാ പറയാ. സോ 3 ഈസ് ദ നമ്പർ ഫോർ 1 chromium. But as 1 mole of species contain 2 chromium, 2 ക്രോമിയത്തിന് കൂടി പറയുമ്പോൾ വാലൻസി ഫാക്ടർ വിൽ ബി ടേക്കൻ as 6. വെരി ഗുഡ് അബേ, വെരി ഗുഡ്. അങ്ങനെ നമ്മുടെ ആരായിട്ട് മാറുന്നു അതിനനുസരിച്ച് ചെയ്യണം. സോ ലെറ്റ്സ് മൂവ് ടു ദി ക്വസ്റ്റ്യൻ. ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. 15 ml aqueous solution of Fe2+. Fe2+. I'll use another color. Fe2+ in acidic medium completely reacted with 20 ml of 0.03 molar aqueous solution of Cr2O7 the molarity of Fe2+ solution ആണ് ചോദ്യം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് അറിയണം this is an oxidizing agent. ക്രോമിയം അസിഡിക് മീഡിയത്തിൽ +3 ആയിട്ട് മാറും. Fe2+നാണല്ലോ അപ്പൊ റെഡ്യൂസിങ് ഏജന്റ്. അതിന് ഓക്സിഡേഷൻ സംഭവിക്കണം. Fe2+ Fe3+ ആയിട്ടാണ് ഓക്സിഡൈസ് ചെയ്യുക. സോ നോ ദി ഇക്വേഷൻ, നോ ദി പ്രോഡക്റ്റ് ഫസ്റ്റ് ഇൻ അസിഡിക് മീഡിയം. അസിഡിക് മീഡിയം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക Fe2+ Fe3+ ആയി. സോ വാലൻസി ഫാക്ടർ 1 ആണ്. ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വാലൻസി ഫാക്ടർ 6 ആണെന്ന് അറിയാം. ഐഡിയ ഇത്രയേ ഉള്ളൂ. Equivalent of number of equivalents of oxidizing agent
should be equal to number of equivalents of reducing agent. ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും നമുക്കറിയാം. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താ? ഓക്സിഡൈസിങ് ഏജന്റ് ഡൈക്രോമേറ്റ് ആണ്, അതിന്റെ മൊളാരിറ്റി വോള്യം ഒക്കെ തന്നു. അപ്പൊ നിങ്ങൾ എന്താ യൂസ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഇക്വലൻസ് ഈസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു വോള്യം ഉള്ള എക്സ്പ്രഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ നോർമാലിറ്റി അല്ല, മൊളാരിറ്റിയാ തന്നെ. അത് നമുക്ക് റിലേഷൻ അറിയാം. നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു വാലൻസി ഫാക്ടർ ആണ്. സോ യു കൻ ടേക്ക് number of equivalents is equal to molarity into valency factor into volume. അപ്പൊ equivalence of oxidizing agent നമുക്ക് മനസ്സിലായി. molarity is, where is that? molarity is 0.03 into valency factor oxidizing agent ന് 6 ആണ് into 20 ml is equal to reducing agent ന്റെ കേസിൽ molarity കണ്ടുപിടിക്കണം. valency factor 1 ആണ്, volume 15 ml ആണ്. So what is m? So that is equal to 0.03 നെ ഞാൻ 3 into 10 raised to minus 2 into 6 into 20 divided by 15 എന്ന് ഞാൻ എഴുതുന്നു. അപ്പൊ 30 by 15 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 into 2 4, 6 into 4 24 into 10 raised to minus 2. That is your molarity. So 24 into 10 raised to minus 2. Your answer is 24. Ready? കിട്ടിയിട്ടുണ്ട്. ഈസിയാണ്. ക്ലിയർ? നെക്സ്റ്റ്, the number of chlorine atoms in 20 ml of chlorine gas at STP is dash into 10 raised to 21. Round off to the nearest integer. STP condition ആണ്. So you are asked to find the number of chlorine. അപ്പോൾ നമുക്കറിയാം number of moles is equal to, it is mass, volume at STP 20 divided by 22.4. 20 ml തന്നത് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത 20 into 10 raised to minus 3 by 22.4. പാർട്ടിക്കിൾസ് കാണാൻ ഇൻഡു അവഗാഡ്രോ നമ്പർ ചെയ്യണം. അപ്പൊ അത്രയും ക്ലോറിൻ നിങ്ങൾക്ക് കിട്ടും. ക്ലോറിൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ Cl2 ആണ്. നമ്പർ ഓഫ് ആറ്റംസ് കാണണമെങ്കിൽ ഒരു ക്ലോറിനിൽ തന്നെ 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്. സോ ദിസ് ഈസ് 2 into 20 by 22.4 into 10 raised to minus 23 into this. So you can solve it. അപ്പൊ ഇത് 2 പോയി കഴിഞ്ഞാൽ ദിസ് ഈസ് 11.2 എന്ന് എഴുതാം. ഇവിടെ 10 raised to minus 23യും 10 raised to minus 3യും 10 raised to 23യും കൂടി 10 raised to 20 into 10 വരുമ്പോൾ 10 raised to 21ലേക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ 2 ബാക്കിയുണ്ട്. സോ ദിസ് ഈസ് 5.6. സോ ഫൈനലി 6.02 by 5.6 into 10 raised to 21 എന്ന് കിട്ടും. 6.02 by 5.6 ചെയ്യുമ്പോൾ 5.6 നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. 0.42 ആണ് ബാക്കിയാവുക. സോ ദിസ് ഈസ് 1.0 സംതിങ്. അപ്പൊ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 1 into 10 raised to 21. ഓക്കെ, സോ ദെൻ ഇറ്റ് ഈസ് 1 into 10 raised to 21. അപ്പൊ ഡയറക്റ്റ് നമുക്ക് എങ്ങനെയാ കിട്ടിയത്? ഇറ്റ് ഈസ് 1 into 10 raised to 21 അല്ലേ? എന്തുകൊണ്ടാണ് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ഇന്റിജർ നോക്കാത്തതെന്ന് കൂടി മനസ്സിലാക്കണം. ആസ് ദിസ് ഈസ് 0, ഇനി ആരെ വന്നു കഴിഞ്ഞാലും റൗണ്ട് ഓഫ് ടു ദ നിയറസ്റ്റ് ഇന്റിജർ. Let's say this is 9, you get 1.1, round off to the nearest integer is again 1. അപ്പൊ അത് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. റെഡി? യെസ് യെസ് യെസ്. അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് നിങ്ങൾ കൊടുത്ത് സോൾവ് ചെയ്യണം. അല്ലാതെ ഓരോ തവണയും നമ്പർ ഓഫ് മോൾസ് കണ്ട്, നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ട്, നമ്പർ ഓഫ് ആറ്റംസ് കണ്ട് ചെയ്യണ്ട. ഒറ്റയടിക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്കത് ചെയ്യാം. യെസ് യെസ് യെസ്. ക്ലിയർ ആണല്ലോ? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. The minimum number of moles of oxygen required for the complete combustion of 1 mole of propane and 2 moles of butane. Butane എന്ന് പറഞ്ഞ C4H10 ആണ്. 2 moles of butane. അതിനാവശ്യമുള്ള ഓക്സിജനെയാണ് ചോദ്യം. എളുപ്പത്തിൽ ചെയ്യാം. യെസ് യെസ് യെസ്, എളുപ്പത്തിൽ ചെയ്യാം. ഇവര് രണ്ടുപേരും കൂടി ഓക്സിജന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ബേൺ ചെയ്യുന്നു. യു ഗെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വരും നോക്കൂ. ഇവിടെ 3 കാർബൺ ഉണ്ട്. ഇവിടെ നമുക്ക് ടോട്ടൽ 8 കാർബണിനെ കാണാം. സോ ടോട്ടൽ 11 കാർബണുകളാണ് ആവശ്യം. സോ യു ഹാവ് 11 കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഈസ് ബാലൻസ്ഡ്. നൗ ഗോ ഫോർ ഹൈഡ്രജൻ. ഇവിടെ 8 ഹൈഡ്രജനും ഇതിൽ 2 എടുക്കുമ്പോൾ 20 ഹൈഡ്രജനും ഉണ്ട്. സോ ടോട്ടൽ 28 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ റൈറ്റ് സൈഡില് 28 ഹൈഡ്രജൻ കിട്ടണമെങ്കിൽ 14 H2O ആവശ്യമുണ്ട്. ഹൈഡ്രജൻ ഈസ് ബാലൻസ്ഡ്. ഹൈഡ്രജൻ ഈസ് ബാലൻസ്ഡ്. ഗോപിക ഒന്നുകൂടി. അപ്പൊ ഇതില്
കൺസിഡർ ദി ഓക്സിജൻ. 11 CO2 എന്ന് പറയുമ്പോഴേക്ക് അതിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 22 ഓക്സിജൻ ആറ്റംസ് അല്ലെ. ഒരു CO2 2 ഓക്സിജൻ, 11 CO2 22 ഓക്സിജൻ ആറ്റംസ് പ്ലസ് 14 H2O 14 ഓക്സിജൻ ആറ്റംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 36 ഓക്സിജൻ ആറ്റംസ് or which is your 18 oxygen. So എത്ര ഓക്സിജൻ വേണം? You need 18 O2. So your answer should be 18. No. ഞാനിത് രണ്ടും ഒരുമിച്ച് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? C3H8 പ്ലസ് ബാലൻസ് ചെയ്യുമ്പോൾ 3 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 4 H2O അങ്ങനെയാണെങ്കിൽ 5 O2 ആദ്യം ഇത് ബാലൻസ് ചെയ്യുന്നു. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഓരോന്നും ആദ്യം ബാലൻസ് ചെയ്ത് ടോട്ടൽ ഓക്സിജൻ ചെയ്യണ്ട. രണ്ടും ഒരുമിച്ച് ഒരു ഇക്വേഷൻ എഴുതിയാൽ മതിയല്ലോ. അപ്പൊ പകുതി സമയം ലാഭമായല്ലോ. സോ യുവർ ആൻസർ ഈസ് 18. 2020 ചോദ്യമാണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യണം. റൈറ്റ് ആയിട്ട് ആൻസർ പറയണം. ഗോപിക പറയും വാട്ട് ഈസ് ദി ആൻസർ. ചോദ്യം വായിച്ചു നോക്കുക. ദ വോള്യം ഇൻ ml ഓഫ് 0.02 മോളാർ K2Cr2O7 solution required. You have K2Cr2O7 solution required to react with 0.288 ferrous oxalate. What is ferrous? Fe2 plus. What is oxalate? C2O4 minus. Oxalic acid is H2C2O4. അപ്പൊ ഓക്സലേറ്റ് എന്ന് പറഞ്ഞ H പ്ലസിനെ കളഞ്ഞാൽ മതി. C2O4 minus. So ferrous oxalate എന്ന് പറഞ്ഞാൽ that will be FeC2O4. ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്യുന്നു അസിഡിക് മീഡിയത്തില്. അപ്പൊ നിങ്ങൾ അറിയണം, this is a reaction you need to study in D and F. K2Cr2O7 is an oxidizing agent, therefore this will be a reducing agent. K2Cr2O7 oxidizing agent ആണെങ്കിൽ അത് എപ്പോഴും റിഡക്ഷൻ സംഭവിച്ചു Cr3+ ആവുന്നു. FeC2O4 ferrous oxalate. ശ്രദ്ധിക്കണേ, Fe2+നെ എടാ ഇത് നമ്മൾ സെപ്പറേറ്റ് റിയാക്ഷൻ ആയിട്ടാണ് ടെക്സ്റ്റിൽ നമ്മൾ കണ്ടത്. Cr2O7 2- Fe2+നെ Fe3+ ആക്കുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്സലേറ്റിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അതുപോലെ എഴുതിയാൽ മതി. ഫെറസ് ഈസ് കൺവേർട്ടഡ് ഇൻടു ഫെറിക്. Oxalate is oxidized to carbon dioxide. So these are the products. ബാലൻസ് ചെയ്യാനൊന്നും പോകണ്ട. ബാലൻസ് ചെയ്യാൻ നിന്നാ ഭയങ്കര പാടാണ്. മോൾ കോൺസെപ്റ്റ് പ്രകാരം നിങ്ങൾ ഇത് ചെയ്യണമെങ്കിൽ യു നീഡ് എ ബാലൻസ്ഡ് ഇക്വേഷൻ. സിമ്പിൾ ഇക്വേഷൻസിനെ മാത്രം മോൾ കോൺസെപ്റ്റ് പ്രകാരം ചെയ്താൽ മതി. And now you need to go for the equivalent concept. Balance അല്ലാത്ത ഇക്വേഷനിൽ equivalent concept പോവാം. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് വോള്യൂം ഓഫ് K2Cr2O7. യുവർ ഐഡിയ ഈസ് number of equivalents of oxidizing agent is equal to number of equivalents of reducing agent. ഓക്സിഡൈസിങ് ഏജന്റിന്റെ മൊളാരിറ്റിയും വോള്യൂം ഒക്കെ ഉള്ളത് കൊണ്ട് ഇക്വലൻസ് ഈസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു വോള്യൂം. നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു വാലൻസി ഫാക്ടർ ഇൻറ്റു വോള്യൂം എന്ന ഇക്വേഷൻ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെ അവിടെ യൂസ് ചെയ്യാം. റെഡ്യൂസിങ് ഏജന്റിന്റെ കേസിൽ മാസ് അല്ലേ തന്നെ. മാസ് തന്ന ഇക്വലൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? മാസ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് ഫെറസ് ഓക്സലേറ്റ്. മൊളാരിറ്റി ഈസ് ഗിവൺ ആസ് 0.02. വാലൻസി ഫാക്ടർ നമുക്കറിയാം, അത് 6 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. തൊട്ട് മുന്നേയുള്ള ചോദ്യത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്നുകൂടി നോക്കാം. വോള്യൂം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഫെറസ് ഓക്സലേറ്റ് 0.288 ബൈ ഇക്വലന്റ് മാസ് ചോദിച്ചു. ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ബൈ വാലൻസി ഫാക്ടർ ആണ്. ഫെറസ് ഓക്സലേറ്റിന്റെ മോളാർ മാസിലെ Fe ഈസ് 56. ശരിയല്ലേ? C2 2 കാർബൺ വരുമ്പോഴേക്ക് 24, 4 ഓക്സിജൻ വരുമ്പോഴേക്ക് 64. സോ ഹിയർ യു ഗെറ്റ് ഇറ്റ് ആസ് 14, 144. അപ്പോ ഇതെന്താ ആക്ച്വലി 144 ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ബൈ വാലൻസി ഫാക്ടർ ആണ്. മോളാർ മാസ് ആണ് 144. വാലൻസി ഫാക്ടർ കണ്ടുപിടിക്കുന്നതാ ടാസ്ക്. ശ്രദ്ധിക്കണേ, വാലൻസി ഫാക്ടർ കണ്ടുപിടിക്കുന്നത് ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം. ലിസൺ ഹിയർ, ലിസൺ ദിസ്. ഫെറസില് Fe2+ ആണ്. അത് Fe+3 ആയിട്ട് മാറുമ്പോൾ ഒരു ഓക്സിഡേഷൻ നമ്പറിൽ വ്യത്യാസമുണ്ട്.
പക്ഷേ ഈ കോമ്പൗണ്ടിൽ ഗോപിക ഒരുപക്ഷെ അവിടെ വാലൻസി ഫാക്ടർ 1 എന്നാണ് ഇവിടുത്തെ 1 അല്ല വരുന്നത്. കാരണം എന്താ, കൂടെയുള്ള മറ്റൊരാൾക്കും ഓക്സിഡേഷൻ സംഭവിച്ചു. Fe2+ മാത്രമല്ല ഓക്സിഡേഷൻ, കാർബണിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇരിക്കുന്നയാള് +4 ആയിട്ട് മാറുമ്പോ കാർബണിന് ഒരു ഓക്സിഡേഷൻ നമ്പറിൽ വ്യത്യാസമില്ലേ? ഒരു മോളിൽ ടോട്ടൽ 2 കാർബണുകൾ ഉള്ളത് കൊണ്ട് ഒരു കാർബണിന് ഒരു ഇലക്ട്രോണിന്റെ ഡിഫറൻസ് ആണ്, 2 കാർബണിന് 2 എന്ന് എടുക്കണം. അപ്പൊ ടോട്ടൽ നോക്കുക, ഒരു Feക്ക് ഒരു ഇലക്ട്രോണിന്റെ ചേഞ്ച്, 2 കാർബണിന് 2 ഇലക്ട്രോണുകൾ മാറി, ടോട്ടൽ 3 ഇലക്ട്രോണുകളെയാണ് ഇവര് ലൂസ് ചെയ്യുന്നത്. There are 3 electrons, so valency factor should be 3. Okay, valency. Okay, Amaya, soon this will be taken soon. Okay, in the very coming days. അപ്പൊ ഇവിടെ വാലൻസി ഫാക്ടർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് ആക്ച്വലി വാലൻസി ഫാക്ടർ ഷുഡ് ബി ടേക്കൺ ആസ് 3. അപ്പൊ 3 എന്നത് വാലൻസി ഫാക്ടർ എടുക്കാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. പറഞ്ഞത് ക്ലിയർ അല്ലേ? സോ ഡിവൈഡഡ് ബൈ 3 എന്നുള്ളത് × 3 ആയിട്ട് മാറി. And now you solve it immediately. ഇവിടെ 2 എന്ന് വരുന്നു. So volume is equal to, this is 288 by 144 into 10 raised to -3. 0.02 ഉണ്ട്. Divided by 2 into 0.02, അതിന് 2 into 10 raised to -2 എന്ന് എഴുതാം. And now solve it immediately. This is 2 cancel ആയിട്ടുണ്ട്. 10 raised to -1 അവിടെ ബാക്കിയുണ്ട്. So 1/2 into 10 raised to -1 ആണ്. So volume will be obtained in liter, right? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ കേസിൽ നമുക്ക് കിട്ടുന്ന വോളിയം മില്ലി ലിറ്ററിലാവാൻ വേണ്ടി into 1000 കൂടി ചെയ്യാം. So this is 100/2, which is equal to 50. Yes, Gobika, very good. You are getting 50. അപ്പൊ ഇതിലാകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? അമ്മയെ മനസ്സിലായോ? ശ്രദ്ധിക്കേണ്ടത് വാലൻസി ഫാക്ടർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. And the calculation is easy. ഈ കേസിൽ കാൽക്കുലേഷൻ എളുപ്പമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ട് ഇവിടെ ഓൾറെഡി 1000 ആദ്യമേ കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. മില്ലി ലിറ്ററിലുള്ള കാൽക്കുലേഷൻ ആണ് നമ്മൾ കാണുന്നത്, ലിറ്ററിലുള്ളതല്ല. റെഡി? മില്ലി ലിറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ യു ആർ മൾട്ടിപ്ലൈങ് ഇറ്റ് ബൈ 1000. സോ യുവർ ആൻസർ ഈസ് ദിസ്. ക്ലിയർ ആണല്ലോ? അപ്പോ ആദ്യം ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ യു ഷുഡ് നോ ദി വാലൻസി ഫാക്ടർ. അത് അറിയണമെങ്കിൽ പ്രോഡക്റ്റുകൾ ഊഹിക്കണം. അവിടെയാണ് ഇനോർഗാനിക്കിൽ നിങ്ങൾ പഠിച്ച റിയാക്ഷൻ എഴുതേണ്ടത്. പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഓക്സിഡേഷൻ നമ്പറിലുള്ള ചേഞ്ച് നോക്കുക. ഏതെങ്കിലും ഒരാളില് 2 പേര് ഓക്സിഡൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 പേരുടെ വാലൻസി ഫാക്ടറും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ആ സ്പീഷീസിന്റെ മൊത്തം വാലൻസി ഫാക്ടർ കിട്ടുന്നത്. അത് കൺസിഡർ ചെയ്യാൻ മറന്നു. അതെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. Feയുടെ 2 പേർക്കും സംഭവിച്ചു. അപ്പൊ 2 കൂടി ആഡ് ചെയ്തിട്ട് വേണം പറയാൻ. റെഡി. നെക്സ്റ്റ്, a 20 ml solution containing 0.2 gram impure H2O2 reacts completely with 0.316 gram of KMnO4. ശ്രദ്ധിക്കണേ, ചോദ്യം എന്താ? ഇംപ്യൂർ ആയിരിക്കുന്ന H2O2. ഇംപ്യൂർ ആയിരിക്കുന്ന H2O2 റിയാക്ട്സ് കംപ്ലീറ്റ്ലി വിത്ത് KMnO4. അപ്പോഴും KMnO4 ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. KMnO4 ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഇൻ അസിഡിക് മീഡിയം. അസിഡിക് മീഡിയത്തില് KMnO4 എന്തായിട്ടാ മാറുക? Mn2+ ആയിട്ടാ മാറുക. അപ്പൊ H2O2 റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ ബൈ പ്രോഡക്റ്റ് എന്താ? O2 ആണ്. ഓർമ്മയില്ലേ? H2O2 ഓക്സിഡൈസിങ് ഏജന്റ് ആവാം, റെഡ്യൂസിങ് ഏജന്റും ആവാം. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് നിങ്ങൾ പരിഗണിക്കുന്നതെങ്കിൽ അതിന് ഓക്സിഡേഷൻ സംഭവിക്കും. പ്രോഡക്റ്റുകൾ കിട്ടി, ഈസിയാ. അപ്പൊ നിങ്ങൾ നോക്ക്, KMnO4ന്റെ കേസിൽ +7 ഇരിക്കുന്ന മാംഗനീസ് +2 ആയിട്ട് മാറുമ്പോ 5 ഇലക്ട്രോണുകളുടെ ഡിഫറൻസ്, വാലൻസി ഫാക്ടർ ഈസ് ഈക്വൽ ടു 2. -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഓക്സിജൻ 0 ആയിട്ട് മാറുമ്പോൾ 1 ഇലക്ട്രോണിന്റെ ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. പക്ഷേ സ്പീഷീസിൽ 2 ഓക്സിജൻ ഉണ്ട്. 1 മോൾ H2O2 മുഴുവനായിട്ട് പറയേണ്ടത് കൊണ്ട് 2 ഓക്സിജന്റെ വാലൻസി ഫാക്ടർ 2 ആയിട്ട് എടുക്കണം. സോ യു ഗോട്ട് ഇറ്റ്. വാലൻസി ഫാക്ടർ ആദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. റെഡി? ചോദ്യം നോക്കുക. 0.316 gram KMnO4 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, 0.316 gram KMnO4 ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാം?
number of equivalents of oxidizing agent is equal to number of equivalents of reducing agent. Oxidizing agent ന്റെ mass തന്നതുകൊണ്ട് mass by equivalent mass എഴുതിക്കൂടെ? Mass by equivalent mass of the first one is equal to mass by equivalent mass of the second one. Mass എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 0.316 by equivalent mass എത്രയാ? KMnO4 ന്റെ molar mass 158 divided by valency factor is 5 is equal to impure ആയിരിക്കുന്ന H2O2 ന്റെ മാസ് x ആണെന്ന് വിചാരിക്കുക. 0.2 gram എന്ന് തന്നെങ്കിലും അത് impure അല്ലേ? ആക്ച്വൽ H2O2 ന്റെ മാസ് അല്ല, impure ആയിരിക്കുന്നതിന്റെ ടോട്ടൽ മാസ്. അപ്പൊ നമുക്ക് ശരിക്കും എത്ര H2O2 വേണമെന്ന് കണ്ടുപിടിക്കാം. So this is x by what is equivalent mass? Molar mass by valency factor 34 divided by 2. അപ്പൊ നിങ്ങൾ ഇത് സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക നോക്കിയേ. 158 316 തന്നെ 2 ടൈംസ് ആണ്. സോ ദിസ് ഈസ് 2 into 10 raised to minus 3 into 5 is equal to x by 17 ആണ്. Whereas x is equal to 2 into 5 10 ആണ്, which is 10 raised to minus 2 into 70. Or this is equal to 0.17 gram. അപ്പൊ H2O2 എത്രയാണെന്ന് കിട്ടി? KMnO4 0.316 gram മുഴുവനായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് 0.17 gram H2O2നെയാണ് നമ്മൾ ശരിക്കും റിയാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങളോട് പെർസെന്റേജ് പ്യൂരിറ്റി ചോദിച്ചു. പെർസെന്റേജ് പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സാമ്പിളിന്റെ മാസ് 0.2, അതില് 0.17 മാത്രമേ H2O2 പ്രസന്റ് ഉള്ളൂ into 100. So that is equal to 1.7 by 2 into 100 ആണ്. 100 by 2 is 50. So this is 17 into 5, which is equal to 85. So you get 85%. 17 into 5 is 85. മനസ്സിലായോ? എങ്ങനെയാണ് നിങ്ങൾക്കത് ശ്രീലാൻ എങ്ങനെയാ 34 എന്ന് കിട്ടിയത്? എന്തെങ്കിലും ഡൗട്ട് അവിടെ വന്നുവോ? ചോദ്യം, നിങ്ങളുടെ കയ്യില് നിങ്ങള് 20 ml of 0.2 gram H2O2 അവിടെ മാസ് തന്നിട്ടുണ്ട്, പക്ഷെ ഇമ്പ്യൂർ ആണെന്ന് പറഞ്ഞിട്ട് പ്യൂരിറ്റിയെ ചോദിച്ചു. അപ്പൊ നമ്മൾ ഇതില് ശരിക്കും എത്ര H2O2 ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതിനാണ് റിയാക്ഷൻ. റിയാക്ഷന്റെ അടിസ്ഥാനത്തിൽ H2O2ന്റെ മാസ് കണ്ടുപിടിച്ചു. അത് 0.17 gram ആണ്. അപ്പൊ ടോട്ടൽ സാമ്പിൾ 2 gram ആണെന്ന് തന്നു. ടോട്ടലിൽ ഇത്ര മാത്രമേ H2O2 ഉള്ളൂ. ദാറ്റ് ഈസ് ദ പ്യൂരിറ്റി. ക്ലിയർ ആണോ പറഞ്ഞത്? ശ്രീലാലിന് ക്ലിയർ ആയിട്ടുണ്ടോ? എനി ഡൗട്ട്? റെഡി അല്ലേ? സംശയമില്ലല്ലോ? അടുത്തയിലേക്ക് പോവാണേ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ആ ഇക്വലന്റ് കോൺസെപ്റ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി ക്രാക്ക് ഇറ്റ്. അതർവൈസ് യു നീഡ് ടു ഗോ ഫോർ ബാലൻസിങ്. കാൽക്കുലേഷൻ ആണ് എറർ ആയത്. ശ്രദ്ധിക്കണം ശ്രീലാൽ, യു നോ ദി കോൺസെപ്റ്റ് വെരി വെൽ. എപ്പോഴും കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, ദിസ് ഇസ് an easy question. The mass of ammonia in grams produced when 2.8 kilogram of dinitrogen quantitatively reacts with 1 kilogram of dihydrogen. ശ്രദ്ധിക്കുക, അമോണിയയുടെ മാസ് ആണ് ചോദ്യം. നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം N2 plus 3H2. അമ്മയെ നോക്കണേ, 2NH3. ഇവിടെ നിങ്ങൾക്ക് ഹൈഡ്രജന്റെയും നൈട്രജന്റെയും ഡാറ്റ തന്നു. റിയാക്ടന്റില് രണ്ടുപേരെയും തന്നിട്ട് പ്രോഡക്റ്റ് ചോദിച്ചാൽ ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടുപിടിക്കണം. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉപയോഗിച്ച് തീരുന്നയാളാ. ആരാണോ കുറവ് അവര് തീരുന്നതോടെ റിയാക്ഷൻ സ്റ്റോപ്പ് ആവുമല്ലോ. അപ്പൊ ആരാണോ കുറവ് അവർക്ക് അനുപാതികമായിട്ടാണ് പ്രോഡക്റ്റുകൾ ഉണ്ടാവുന്നത്. സോ ഫൈൻഡ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ നിങ്ങൾ നോക്കാം. ഓക്കെ, നമ്മുടെ കയ്യിലിരിക്കുന്നത് 2.8 കിലോഗ്രാം ഡൈനൈട്രജൻ ആണ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 2.8 into 10 raised to 3 divided by 28 അല്ലേ? അത്ര, ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് വിച്ച് ഈസ് ഈക്വൽ ടു 100 മോൾ. റെഡി? ഇനി കൺസിഡർ ചെയ്യുന്നത് ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ 1 കിലോഗ്രാം വിച്ച് ഈസ് ആക്ച്വലി 1000 by 6. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് രണ്ടുപേരുടെയും നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. എന്നിട്ട് ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാൻ എളുപ്പവഴി എന്താ? കോഎഫിഷ്യന്റ് വെച്ചിട്ട്, റെഡി, കോഎഫിഷ്യന്റ് വെച്ചിട്ട് ദിസ് ഈസ് 1000 by 2 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാൻ കോഎഫിഷ്യന്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി.
അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആരാണോ ഏറ്റവും ലെസർ എമൗണ്ടിൽ വരുന്നത്, ദാറ്റ് വിൽ ബി യുവർ ലിമിറ്റിംഗ് റിയേജന്റ്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? തന്ന ഡാറ്റ മാസ് ആണ്. ഓക്കെ, തന്ന ഡാറ്റ മാസ് ആണ്. അപ്പൊ ഒന്ന് എന്ത് ചെയ്താൽ മതി നിങ്ങള്? മാസ് ഡിവൈഡഡ് ബൈ മാസ് ഇൻ ദി ഇക്വേഷൻ, ബാലൻസ്ഡ് ഇക്വേഷൻ കൊടുത്താൽ മതി. ലിമിറ്റിംഗ് റിയേജന്റ് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാം. സോ യു അണ്ടർസ്റ്റാൻഡ്, ഇതാണ് ലിമിറ്റിംഗ് റിയേജന്റ്. നൈട്രജന്റെ അളവാണ് കുറവ്, നൈട്രജൻ ഈസ് യുവർ ലിമിറ്റിംഗ് റിയേജന്റ്. 1 മോൾ നൈട്രജൻ 2 മോൾ അമോണിയ തരും. അപ്പൊ 100 മോൾ നൈട്രജൻ ഉണ്ടെങ്കിൽ 200 മോൾ അമോണിയ ഉണ്ട്. അതിന്റെ മാസ് എത്രയാ? 200 into 70. So that is equal to 200 into 70 എന്ന് പറഞ്ഞാൽ this is 3400. You get 3400. Ready? ഗ്രാമിലാണ് ആവശ്യം. സോ 3400 gram is correct. കിലോഗ്രാമിലാണെങ്കിൽ 3.4 kilogram എന്ന് പറയണം. And this is correct. Ready? Clear ആണോ? That's an easy question, right? Yes. Clear അല്ലേ? Okay, so see the next question. 5 moles of AB2 weigh 125 into 10 raised to minus 3 kilogram and 10 moles of A2B2 weigh 300 into 10 raised to minus 3 kilogram. The molar mass of A and molar mass of B ആണ് ആവശ്യം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? 5 മോൾ AB2ന്റെ മാസ് തന്നെങ്കിൽ 1 മോൾ AB2ന്റേത് പറയാലോ. That is 125 by 5 which is equal to 25 into 10 raised to minus 3 kilogram. കിലോഗ്രാം ആയത്, ഗ്രാമില് 25 gram. 1 മോൾ AB2ന്റെ മാസ് കിട്ടി. സിമിലർലി 10 മോൾ A2B2 ആണ് 300 into 10 raised to minus 3 kilogram. അങ്ങനെയാണെങ്കിൽ 1 മോൾ A2B2 എത്രയാണ്? 30 into 10 raised to minus 3 kilogram. ഗ്രാമിലാണെങ്കിൽ 30 gram. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഡാറ്റ 1 മോൾ AB2 എന്ന് പറഞ്ഞാൽ A plus 2B, അതിന്റെ മാസ് ആണ് 25. 1 മോൾ A2B2 എന്ന് പറഞ്ഞാൽ 2A plus 2B, അതിന്റെ മാസ് ആണ് 30. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? 2 minus 1 ചെയ്താൽ മതി. സോ A is equal to 5. അപ്പൊ B എത്ര കിട്ടി? 10 എന്ന് കിട്ടും. സോ ദിസ് ഈസ് A is equal to 5 gram and B is equal to 10 gram. ചോദ്യം കിലോഗ്രാം പെർ മോളിലാണ്. സോ ദിസ് ഈസ് 5 into 10 raised to minus 3 kilogram and 10 into 10 raised to minus 3 kilogram. You are getting option D. Easy ആണ്. You get D as your answer. ഗോപിക, എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. A is 5 and B is 10. Ready? Be careful. Next. The ammonia NH3 released on quantitative reaction of 0.6 gram urea with sodium hydroxide. P blockile ammonia synthesis പഠിക്കുന്ന റിയാക്ഷൻ ആണ്. Ammonia released by the quantitative reaction of NH2CONH2 with NaOH. So ammonia release ചെയ്യുമ്പോൾ 2 ammonia obviously 2 nitrogen ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നു. സോ ദാറ്റ് വിൽ ബി സോഡിയം ഉള്ളത് കൊണ്ട് സോഡിയം കാർബണേറ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. സോ ദിസ് ഈസ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, anyway you understand 1 mole of urea is giving you 2 moles of ammonia. Number of moles of urea is equal to mass by molar mass which is equal to 1 by 100. അങ്ങനെയാണെങ്കിൽ number of moles of ammonia will be the double, 2 by 100 which is equal to 0.02 or that is 20 millimoles അല്ലേ? into 1000 ചെയ്താൽ അത്രയും millimoles ആണ്. ചോദ്യം, the ammonia released is neutralized by എന്ന ചോദ്യം. അപ്പൊ എന്റെ കയ്യിൽ 20 millimoles of ammonia ഉണ്ടെങ്കിൽ നമുക്ക് 20 millimoles of H പ്ലസിന് ആവശ്യമില്ലേ? HCl ആവശ്യമില്ലേ? അത്ര തന്നെ HCl വേണ്ടേ? NH3 plus HCl ആണ് NH4Cl. NH3 plus HCl ആണ് NH4Cl. അപ്പൊ എത്രയാണോ NH3 അത്ര തന്നെ HCl നമുക്ക് ആവശ്യമുണ്ട്. And see the option A. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? molarity or normality into valency factor ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 200 into 0.4. 200 into 0.4 is 80 millimole, which is not the answer. See the option B. 200 into 0.2 is 40 millimole, which is again not the answer.
See the option C, 100 into 0.2 is 20 millimole, which is your answer. You get option C then. C ആണ് answer വരുന്നത്. Ready? Yes. Yes. അതൊരു easy question ആണ്. Again, stoichiometric calculation ആണ്. മോൾ കോൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനിൽ നിന്നായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. See this. NaClO3 is used even in spacecraft to produce O2. Oxygen produce ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. The daily consumption of pure oxygen by a person is 492 liter at 1 atm and 300 Kelvin. How much amount of NaClO3 in grams is required? എത്ര sodium chlorate ആവശ്യമുണ്ട് for the daily consumption of oxygen at 1 atm and 300 Kelvin? Balanced equation ഒക്കെ already തന്നിട്ടുണ്ട്. See, the equation is already given. NaClO3 plus Fe giving O2 plus NaCl. അപ്പൊ നിങ്ങളോട് ഓക്സിജന്റെ ഡാറ്റ തന്നിട്ടുണ്ട്. 492 ലിറ്ററിന് എത്ര NaClO3 വേണമെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് മനസ്സിലായി നമ്പർ ഓഫ് മോൾസ് ഓഫ് NaClO3 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ. ഓക്സിജനിൽ നിങ്ങൾ നോക്കുക, പ്രഷറും ടെമ്പറേച്ചറും ആറിന്റെ വാല്യൂം ഒക്കെ തന്ന സ്ഥിതിക്ക് നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു PV/RT. So this is 1 atm into 492 liters by 0.082 into 300. അപ്പൊ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുന്നു. This is 492 divided by 8.2 into 300 എന്ന് നമുക്ക് പറയാം. അപ്പൊ 300നെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ see, let us say this is equal to 3, it is 100. 3 വെച്ചിട്ട് ഞാൻ just divide ചെയ്യാണ്. So this is 164 എന്ന് കിട്ടി. So this is equal to 164. Yes. 100 is already gone. So this is 164 divided by 8.2 ആണ് നമുക്ക് കിട്ടുന്നത്, which is equal to 82 by 4.1. Yes. ഇത് നേരെ ഇരട്ടിയാണ്. 41ന്റെ ഇരട്ടിയാണ് 82. അപ്പൊ this is 20 moles. 20 moles of NaClO3 ആണ് നമുക്ക് ആവശ്യം. നമ്മൾ അതിനെ മാസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് mass of NaClO3 is equal to number of moles into molar mass. So sodium is 23. 3 oxygen വരുമ്പോൾ that is 48. ഒരു chlorine 35.5. So there is 5 here. പിന്നെ എത്ര വരുന്നത്? There is 6. 106.5. So this is equal to ഇതിന്റെ ഇരട്ടി. Yes, you get 2130, right? 2130 gram of NaClO3 is required. Is that clear? പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അല്ലേ? ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ്. ഇതിൽ കാൽക്കുലേഷൻ എറർ ഒന്നും ഒരു തരത്തിലും വരാൻ സാധ്യത ഇല്ലാത്ത ചോദ്യമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വരുന്നത്. കാൽക്കുലേഷൻ എററുകളൊന്നും ഒന്നിനും സാധ്യതയില്ല. റെഡി? See the next question. Ferrous sulfate heptahydrate. Ferrous sulfate heptahydrate is used to fortify food with iron. ഫുഡിൽ അയൺ കണ്ടന്റ് കൊടുത്തിട്ട് ഫുഡ് എൻറിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു. What is the amount of this salt required to achieve 10 ppm iron in 100 kilogram of wheat? ഇതാണ് ചോദ്യം. 100 kilogram വീറ്റില് 10 ppm iron വരാൻ നിങ്ങൾ എത്ര ഫെറസ് സൾഫേറ്റ് ഹെപ്റ്റഹൈഡ്രേറ്റ് ആഡ് ചെയ്യണം? You need 10 ppm iron. ppm പറയുമ്പോൾ നിങ്ങൾക്കറിയാം, it is actually mass. X gram iron ആണ് 100 kilogram. 100 kilogram എന്ന് പറഞ്ഞാൽ 100 into 10 raised to 3 gram സബ്സ്റ്റൻസിലുള്ളത് into 10 raised to 6. Right? It is mass by total mass into 10 raised to 6. So എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്രയാ? 10 പോയി 10 raised to 5 ആയി. ഇത് ക്യാൻസൽ ആയി. So you understand X is equal to 1 gram. അപ്പൊ 1 gram അയൺ ആണ് നമുക്ക് ആവശ്യം. 1 gram അയൺ is required. അതിന് എത്ര ഫെറസ് സൾഫേറ്റ് വേണമെന്നാണ് ചോദ്യം. ഫെറസ് സൾഫേറ്റ് എടുത്തു കഴിഞ്ഞാൽ it is 55.85 ആണ് അയൺ. സൾഫർ is 32. 4 ഓക്സിജൻ വരുമ്പോഴേക്ക് that is 64. 7H2O എന്ന് പറഞ്ഞാൽ 7 into 18 അല്ലേ? 7 into 18 ആണെന്ന് നിങ്ങൾക്ക് വരുന്ന എത്രയാ? Yes. So total you have
So you are having 277.85. 277.85 ആണ് FeSO4 7H2O യുടെ മാസ്. അപ്പൊ അതിലൊരു Fe ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 277.85 gram of the salt contains 55.85 gram of iron. അപ്പൊ 1 gram iron നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ it should be 277.85 divided by 55.85. ശരിയല്ലേ? ശരിയല്ലേ? So what is your answer? പറഞ്ഞത് ക്ലിയർ ആണോ? FeSO4 7H2O യുടെ ടോട്ടൽ മാസ് ഇതാണ്. ഇതിൽ 55.85 gram ആണ് അയൺ. അപ്പൊ 1 gram അയൺ ഉണ്ടാവണമെങ്കിൽ 277.85 grams divided by 55.85 ഇത്രയും സോൾട്ട് ആവശ്യമാണ്. So 277.85 divided by 55.85. അപ്പൊ തന്നെ 55 നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് I4 20 എന്നുള്ള കോൺസെപ്റ്റിൽ ലെറ്റ് us say 55.85 into 5 I5 25. അപ്പൊ 5 വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് ആദ്യം നോക്കാം. 4 ബാക്കി. യെസ് 26. അപ്പൊ അറൌണ്ട് 5 ആയിരിക്കും ആൻസർ വരുന്നത്. യുവർ ആൻസർ വിൽ ബി 5 because exactly ചെയ്തു കഴിഞ്ഞാൽ either you get 4.99 something or you get 5.01. 5 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ? റെഡി അല്ലേ? യെസ് you get 5. 5 is your answer. 5 തന്നെ നമുക്ക് കിട്ടും. So you can go for the answer 5. Ready? Yes. So these are some of the questions related to this and I hope you understand. ബേസിക്കലി എനിക്കറിയാം നിങ്ങൾക്ക് മോൾ കോൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് കോൺസെപ്റ്റ് എല്ലാം അറിയാന്നുള്ളത് അറിയാം. സോ ബി കെയർഫുൾ വെൻ യു ഡു ദി ക്വസ്റ്റ്യൻ. റെഡി? യെസ് 4.97 Adish Joshi. Very good. You need to round it off to the nearest integer where you have to write it as 5. Okay, 5 gram. So that's about the session. Okay, ഇനി അടുത്ത ദിവസങ്ങളിലെ ബാക്കി സെഷനുകളായിട്ട് കാണാം. താങ്ക് യു.